പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളം കുടിക്കാൻ പോകുന്ന മൊമെന്റ് ആണ്. കാരണം വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി പക്കല്ലേ? പക്ക. വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. ആശിക്ക സെറ്റ്. വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. ഇത് ഞാൻ കുറെ നാൾ കൊണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു ഗസ്റ്റ് വരുന്നെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കുറച്ച് തമിഴൊക്കെ പേസണം, സൊല്ലണം. അപ്പൊ എന്തായാലും നല്ല പക്ക ബോർഡർ തമിഴ് പറയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് അടിപൊളി കണ്ടന്റുകൾ ചെയ്ത് ലൈക്ക് കാർത്തിക് സൂര്യയെ പോലെ വളർന്നു വരുന്ന ഒരു താരം, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഏകദേശം സാദൃശ്യമുണ്ട്. വ്ളോഗ്, അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇപ്പം ചാനല്. സിനിമയില് കാർത്തിക് കയറിയിട്ടില്ല, പക്ഷെ കാർത്തികിനേക്കാളും ഒരു പടി മുന്നോട്ട് പോയി എന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല, കമ്പാരിസൺ നടത്തുന്നതല്ല ഞാൻ പറയുന്നത്. അയ്യോ ഇനി കമ്പാരിസൺ ആവുമെന്ന് ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമയിലും അഭിനയിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു ഗസ്റ്റ്, അതും ആശിക്ക് നമ്മള് ഈ ഒരു പയ്യനുമായിട്ട് നല്ല കണക്ഷനാണ്. പണ്ടേ ചേട്ടൻ അടുത്ത് പറയുമായിരുന്നു. അത് എങ്ങനത്തെ കണക്ഷൻ? നെയ്യാറ്റിൻകര നാഗർകോവിൽ കണക്ഷൻ. നെയ്യാറ്റിൻകരയാണ് എൻ്റെ ഉമ്മയുടെ സ്ഥലം എന്ന് പറയുന്നത്, എൻ്റെ ആശിക്കിൻ്റെയും. നെയ്യാറ്റിൻകരയാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് തൊട്ടപ്പുറം അതുക്കും അപ്പുറം, അങ്ങനെ വേണം. പാറശാല അതുക്കപ്പുറം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വേണ്ട. അപ്പൊ നെയ്യാറ്റിൻകര നാഗർകോവിൽ കണക്ഷൻ ഇருக்கு. അപ്പോ നമ്മ ഒരു ചിന്ന അനിയൻ, അങ്ങനെ വേണം പറയാൻ. அந்த கெஸ்டினை இங்கடைக்கு ഞാൻ വെൽക്കം பண்ண போறேன். പക്ക തമിഴ് സർജിൻ. എന്നടാ ഞാനേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോമാളിത്തരം കാണിക്കുന്ന വ്യക്തിയാണ്. ഭയങ്കര കോമാളിത്തരം കാണിക്കുന്നത്. ചില സമയങ്ങളിൽ എൻ്റെ ഫാമിലിയിൽ തന്നെ ചിലര് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് കോമാളിത്തരടാ കാണിക്കണേന്ന് പലരും പറഞ്ഞതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇവൻ കോമാളിത്തരം കാണിച്ചിട്ടല്ല ഇങ്ങനെ ഫാമിലി ആയാലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആയാലും. പക്ഷെ അത് എൻ്റെ ഒരു വിജയമാണ്. കോമാളിത്തരം കാണിച്ച് ഞാൻ എന്നെ വിറ്റ് ജീവിക്കുക എന്ന് പറയുന്നത്. എന്നെ വിൽക്കുന്നുണ്ട്. പക്ഷെ കുക്ക് വിത്ത് കോമാളിയില് ഇപ്പൊ കുക്ക് ചെയ്ത് ഒരു കോമാളിയായിട്ട് അല്ലേ അതെത്തി. ആ ഒരു കോമാളിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ആ വിളി എങ്ങനെയായിരുന്നു ആക്ച്വലി? ഫസ്റ്റ് മായിൻ മച്ചനെ പറ്റി എന്നെ പറ്റിയാ എന്നാ പിന്നെ கோவிட் டைம்ல கோவிட் டைம்ல தான் நான் இந்த மீடியா ஃபீல்டுக்குள்ள வரேன். அப்போ வந்து தமிழ்ல பேசணும்ல, அடியில் சப்டைட்டில் போறேன். அப்போ வந்து அது கோவிட், நான் ஃபோட்டோகிராஃபரும் கேமரா செட்டப்புக்கு எல்லாம் எனக்கு கையில் உண்டு. ஒரு 3 மாதம் அப்படியே வீட்டில் சும்மா கிடந்தப்பளாக்கும் நான் இந்த மீடியா ஃபீல்டுக்குள்ள வரேன், யூடியூப். அப்ப எனக்கு சும்மா இருக்கு, அது என்னைக்கு செய்துட்டே இருக்கணும் அப்படி ஒரு குழப்பம். ஒரு காரியம் செய்யணும் அப்படி. அப்போ வந்து டிக்டாக் உண்டு. டிக்டாக் உள்ளப்ப வந்து கார்த்திக் சூர்யாக்கு vlog வந்து ஸ்க்ரோல் பண்ணிட்டு இருக்கேன். பண்ணா ஸ்வைப் பண்ண vlog வந்து அப்போ ஒருத்த வந்து கேமராயை பிடிச்சு வேட்டை வழியா இல்ல அந்த மாதிரியா கேமராயை வச்சு பேசிட்டு வீடியோ எடுத்துட்டு போயிட்டே இருக்கேன். இது எப்படி அதையும் நான் இருந்து பார்த்துட்டு இருக்கேன். ஆனா நம்ம இதை பார்க்க அப்பதான் vlog ஃபர்ஸ்ட் டைம் பார்க்குறேன். இது இன்டர்லெக்ஸ் பாட்காஸ்ட்ல நீ சொல்லிட்டு அப்போ சரி இது நல்லா இருக்கு, ஆனா நம்மளால முடியாதுன்னு. அப்போ அவங்க உள்ள ஏறி வீடியோல எல்லாம் பார்க்கும்போதான் மாகின் மச்சான் ஒரு ஆளை கண்டிருந்து அதோட ஸ்ட்ரைக் இது நமக்கு செய்யலாம். அதுக்கு மேலே വേട്ടവളിയൻ. അപ്പൊ ഇത് നമുക്ക് ചെയ്യാം, സിമ്പിൾ പരിപാടി ആട്ടുകാരെ പറ്റിച്ചു, ഇത് എനിക്ക് ചെയ്യാം அப்படின்னு. அப்போ மாயின் மச்சன் இப்போலாம் உங்களுக்கு ஓரமாண்டான்னு தெரியல. அந்த சப்ஸ்கிரைப் பண்ணதுக்கு எல்லார்ட்டுமே கேட்டிருந்து சப்ஸ்கிரைப் பண்ணி. அப்போ வந்து லாஸ்ட் எண்ட்ல வந்து அவர் போஸ்ட்டு எல்லாம் சப்ஸ்கிரைப் பண்ணுங்க, கார் லைட் எடுத்தாங்க கார் சப்ஸ்கிரைப் பண்ணுங்க அப்படின்னு சொன்னேன். எனக்கு எல்லாம் வரும். அப்போ ഇതേ മാതിരി ഇതിനിടയിൽ ഞാൻ ഒരു ഉമ്മ കൊടുത്തോട്ടെ. ഞാൻ മറന്ന വീഡിയോ മൈക്കിൽ அதுல இன்னும் ஒண்ணு, ஒரு பையன்கிட்ட போய் பேக வாங்கி வச்சுட்டு சப்ஸ்கிரைப் பண்ணு அதெல்லாம் எனக்கு பிடிச்சு. அப்படின்னா இதே மாதிரி எனக்கு இதே கேரக்டர் தானே. காலேஜ் ஸ்கூல்ல எல்லாம் வந்து இதே மாதிரி தான் இருந்த ஆளு. அப்ப இதே மாதிரி நமக்கு வீடியோ எடுக்கணும். ஆனா என்னன்னா அப்ப வெளியில இறங்க உட்காது, வீட்டுல தான் இருக்கணும். கோவிட் அப்போ வீட்டுக்குள்ளே வச்சுலாம் சீவக்குன்னு பார்த்து அந்த மாதிரி தான் வீடியோ பண்ணக்கு ஸ்டார்ட் பண்ணது. நான் இந்த ஃபீல்டில் வரக்கு ஒரு காரணமாக இருந்தது மாகின் மச்சான் ஒரு ஆள்.
ஆனா நான் வந்து ஒரு 1.5 வருஷம் 2 வருஷமா மெசேஜ் அனுப்பிட்டே இருக்கேன், பார்க்கவே இல்ல. അല്ല അത് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. പക്ഷെ ഞാൻ പാത്തതിന് ശേഷം അവൻ അന്ന് അയച്ചൊക്കെ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇവൻ അയച്ചെന്ന് വെച്ചാൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് തുടങ്ങി. അപ്പോ എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ വേറെ ആരും എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവൻ അങ്ങനെ ഇൻസ്പയർ ചെയ്ത് തുടങ്ങുന്നത് എനിക്ക് വല്ലാത്ത രോമാഞ്ചിഫിക്കേഷൻ. നാഗർകോവിൽ ഇല്ലാത്ത മുടി വരെ എനിക്ക്. அடுத்து புருஜுன்னு ஒரு பையன்ட்ட சொல்லி புருஜு கூட சேர்ந்து வீடியோ போடுந்தேன். அப்ப அவனை ரீச் பண்ணி அப்படியாக வாங்கி வச்சு நான் கான்டாக்ட் பண்ணது. அடுத்தான் பேசியிருந்து ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ ഒന്ന് എനിക്കൊരു പേഴ്സണൽ മെന്ററും കൂടെ. ഞാൻ എന്തെങ്കിലും ഒരു അടുത്ത സ്റ്റെപ്പ് പോകുമ്പോ വാങ്ങി വെച്ചാൽ എന്നെ വിളിച്ച് കേപ്പനാ എല്ലാ വിഷയം കേപ്പ. എന്താന്നോ അവൻ ഞാൻ അങ്ങനെ നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവനൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കും. നമ്മളാൽ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് അഡ്രസ്സ് കൊടുത്തിട്ട് എന്നെ വിളിക്കണം എന്ത് കാര്യം ഉണ്ടെങ്കിൽ. അപ്പടിയൊന്നുമില്ല, നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഇവൻ എന്തോ എന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട് സർജന്. ഇല്ല, എനിക്ക് ഒരു കറക്റ്റ് ഡിസിഷൻ കിടക്കും ഇങ്ങനെ പോനാ. അതെന്തോ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അവൻ അങ്ങനെ 2-3 കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. அந்த சிரிக்குள்ள ஏதோதான் இருக்கு. സക്സസ് എന്തോ ഒരു ചിന്ന എന്തോ പ്രശ്ന വന്നിരിക്കുക അല്ലേ. ആദ്യം ആ പ്രശ്നം എന്നെ ചെയ്യണം, അവൻ തലവേദന എടുത്ത് എന്നെ വിളിച്ചു. എന്നെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് എന്റെ അടുത്ത് ചോദിച്ചു. എനിക്കത് കേട്ട് തലവേദനയായി. അമ്മാതിരി തലവേദന. ഞാൻ ഇപ്പുറത്തിരുന്നിട്ടേ അവൻ ഭയങ്കര. പക്ഷെ അവൻ കേൾക്കുമ്പോ എന്റെ സ്വരം എന്നെ ഇങ്ങനെ പറയണം, അതൊന്നും സിമ്പിൾ വിഷയമല്ല. അപ്പൊ ഇപ്പുറത്തെ എന്റെ കാഴ്ച സിമ്പിൾ വിഷയമല്ലടാ, ഇങ്ങനെയാണ് എന്റെ മുഖം ഇരിക്കുന്നത്. ഇല്ല അവന് കാര്യം പറഞ്ഞു കൊടുത്തു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം തുറന്നു പറയാത്. അല്ല, അത് ഇങ്ങനെ വളഞ്ഞ വഴിയിൽ പറഞ്ഞാലോ. ഇൻഡയറക്ട്ലി സൊല്ല. അത് എന്ത് പ്രശ്നമായിരുന്നു, എന്തോ റിലേറ്റീവ് പ്രശ്നം. ശരി, நான் சொல்லுங்க. மாகின் மச்சான் ஒரு ஆளு நீங்க. ഇത് ഇൻഡയറക്റ്റ് ആണ്. இன்டைரக்ட் பயங்கர டிப்ரெஷன் அடிச்சு அப்படியே வீட்டில் இருக்கும்ப ஒரு ஆள் வந்து தெரியாத ஒரு ஆள் வந்து பேசும்போது வந்து எப்படி இருக்கும், அவனை இப்ப பார்க்கணும், சிரிச்சு பேச முடியுமா? ഒരിക്കലും ഇല്ല. எனக்கு இப்ப பார்க்க முடியாது. அந்த ഇത് மாதிரி எனக்கு ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇവന് ഇത്രയും നേരം അവൻ സംസാരിച്ച തമിഴ് കിടച്ചില്ല. എന്റെ ഇടയിൽ അവന് എന്തോ ഒരു കിടച്ച്. അതാണ് അവൻ പറയുന്നത്. ഇവൻ തലയാട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഭയങ്കര വീക്കാണ് തമിഴില്. கொஞ்சம் தெரியும். ஓகே, நான் வந்து எல்லாருக்கும் மதிப்பு கொடுக்க ஆள் தான். ஆனால் நமக்கு டென்ஷன் டிப்ரெஷனாக இருக்கும்போ வந்து நம்ம தனியாக இருக்க தான் பார்ப்போம். வந்து அந்த நேரம் போய் சிரிச்ச ஒரு ஆள்கிட்ட ஃபேக்காக இருக்கெல்லாம் കഷ്ടமாக ഇருக்கு. എന്നെ ഒരു ദിവസം ആഷിഖിന്റെ അടുത്തും ഞാൻ ഷിഫിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ അടുത്തും പറഞ്ഞെന്ന് തോന്നുന്നു. എന്നെ ഒരു ദിവസം ബിഗ് ബോസിൽ നിന്ന് വിളിച്ചു. അത് ഈ സീസൺ അല്ല, ഗിൽമാരാന്റെ സീസൺ കഴിഞ്ഞപ്പോ എന്താണെന്ന് തോന്നുന്നു. കഴിഞ്ഞ സീസൺ തുടങ്ങും മുന്നേ അഖിൽമാരൊക്കെ വരും മുന്നേ ആ സീസണിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കൊരു പേപ്പറൊക്കെ തന്നു, ഇത് പുറത്താടുത്തും പറയല്ലോ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഇന്റർവ്യൂ സെഷൻ 6 പേരൊക്കെ വന്ന് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീഡിയോ ഇന്റർവ്യൂ ആയിരുന്നു. എൻ്റെ മോൾ ഷൈൻ ടീം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ എന്നാൽ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ചു. ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് അവരെന്നെ ചൊറിയാൻ നോക്കി മാക്സിമം. ഞാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ജോലി റിസൈൻ ചെയ്തു. ഞാൻ പറഞ്ഞു ജോലി റിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ഈ 100 ദിവസം നിൽക്കും? ഞാൻ പറഞ്ഞു പെർമിഷൻ ചോദിക്കും എന്നാണ്. പക്ഷെ അതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ ബിഗ് ബോസ് വിളിച്ചാൽ പോവില്ല. അത് എൻ്റെ മൈൻഡിൽ ഞാൻ എടുത്തിട്ടുള്ള ഡിസിഷനാണ്. പക്ഷെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലവന്മാർ വന്ന് മൂട്ടും, പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മൂട്ടും. ഇവനും പറഞ്ഞു കേട്ടോ ഇടയില്. ഇവനും എന്നെ പോണം, പോയി നോക്കുക വെച്ചാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ പറയാൻ പറ്റില്ല. നമുക്കൊരു ക്യാരക്ടർ ഉണ്ട്. എല്ലാവർക്കും 2 ഫേസുകളാണ്. ഒന്ന് ക്യാമറ കാണുമ്പോഴും ചില സമയം നമ്മൾ ഡൗൺ ആവാറുണ്ട്, നമുക്ക് ദേഷ്യം വരാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ബിഗ് ബോസിൽ പോയിട്ട് ചിലപ്പോൾ നെഗറ്റീവ് അടിച്ചിറങ്ങിയ എത്രയോ പേര് ബിഗ് ബോസിൽ പോയിട്ട് ചിലര് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ സർജൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സർജൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് വിജയ് സേതുപതി അണ്ണായി. അന്ന് കമൽഹാസൻ സാറാ. എന്നെ വിളിച്ചിട്ട് മച്ചാനെ പോണമ്മാ എന്ന് ചോദിച്ചു. ഇങ്ങനത്തെ സ്റ്റാങ്ങാണ്, പോണമ്മാ. അപ്പൊ ഞാൻ പറഞ്ഞ് വേണ്ട എന്നത് എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അത് നെഗറ്റീവ് ആവും ചിലപ്പോ. സർജിനെ നമ്മളെല്ലാരും ആരാധിച്ച് ഒരു സ്റ്റേജ് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത് ചിലപ്പോ മേ ബി
ഉടയാൻ ചാൻസ് ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഇവ എങ്ങനെയാണ് പോയി പെർഫോം ചെയ്യുന്നതെന്ന് അറിയില്ല. നന്നായിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്, ചിലപ്പോൾ ആദ്യ വീക്കിൽ തന്നെ ഇവൻ ചിലപ്പോൾ അതിന് തീർന്നില്ല സർജനെ. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ മൈൻഡിൽ കൂടെ പോയി. എനിക്ക് എന്തോ ഞാൻ പറഞ്ഞു പറ്റൂ വേണ്ട എന്ന്. ഇവൻ 40 പേരുടെ അടുത്ത് അങ്ങനെ ചോദിച്ചാണ്. പക്ഷെ എന്റെ അടുത്ത് അവൻ പേഴ്സണലി വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ വേണ്ടെന്നാണ്. പക്ഷെ അവൻ പോയില്ല. അത് ഈ കുക്കു വിത്ത് കോമാളിക്ക് മുമ്പേ ആയിരുന്നാടാ അത്? ഫസ്റ്റ് ആ ഓപ്പർച്യൂണിറ്റിയാണ് വന്നത്. പക്ഷെ കുറച്ചു മുന്നേ ഒരു ഇൻസിഡന്റ് ചൊല്ലി ഇൻഡയറക്റ്റ്. അപ്പോ അതിന് കാരണം ഫെയിം ആയിരിക്കൂലേ? അപ്പൊ ഫെയിം ഒരു പ്രശ്നമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്യുന്നു, പക്ഷെ അത് ഫെയിം ആയിട്ട് കൺവേർട്ട് ആകുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആൾക്കാരുടെ അക്സെപ്റ്റൻസ് ഒരുപാട് പ്രാവശ്യം. പണ്ടൊക്കെ പുറത്ത് ചുമ്മാ ഇറങ്ങി നടക്കും. ഇപ്പൊ എപ്പോ പോയാലും തമിഴിലെ പേശിയാ, എപ്പോ പോയാലും മാസ്കും ക്യാപ്പ് ഇട്ടാ പോകും. ഒരു ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് ഒരു പാർക്കിൽ പോയാലും പോയിരിക്കാം. പക്ഷെ ഞാൻ ഇത് ഒരു പരിധി വരെ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. കാരണം ഇപ്പൊ നമ്മളെ വളർത്തിയതേ അവരാണ്, നമ്മളെ കണ്ടു വളർത്തിയ സർജനെ. അപ്പൊ നമ്മൾ ഒരു സമയത്ത് വിചാരിച്ചിട്ടുണ്ട്, നമ്മള് ഒന്നും അല്ലാത്ത ടൈമിൽ നീ വിചാരിച്ചിട്ടുണ്ട് 500 വ്യൂസ് വേണം, 100 വ്യൂസ്. നിന്റെ ആ ഹാപ്പിനെസ് നീ ഇന്റർലാക്സ് പോഡ്കാസ്റ്റിൽ പറഞ്ഞ നമ്മൾ കേട്ടു. 100 വ്യൂസ് കേട്ടപ്പോ നിനക്ക് ഒമ്മാടി 100 വ്യൂസാ, 500 വ്യൂസ് എന്താണ്. അപ്പൊ 1000 വ്യൂസ് ഒരു ദിവസം ആരോ ഷെയർ ചെയ്ത് 1 lakh, അത് 1 million 1 വീക്ക് കൊണ്ട് പോയി. അത് നീ എക്സ്പെക്ട് ചെയ്യാത്ത സാധനമാണ്. പക്ഷെ വെളി ഇറങ്ങുമ്പോൾ നമ്മൾ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല, അത് ഭയങ്കര സാധനം. പിന്നെ നമ്മൾ അത് അങ്ങ് കുറെ നാള് ശീലിച്ച് നമുക്ക് പിന്നെ ഫോട്ടോ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും പോലെ തോന്നി. അത് തന്നെയാണ്. നമുക്കൊരു മൈൻഡോടെ നമ്മൾ ഒരു വേലയ്ക്ക് പോയിട്ട് ഇരുപ്പം, അപ്പൊ വിളിച്ച് ഇല്ല நல்ல விஷயம் தான், ஆனா நம்மளை மனசிலாக்கணும். அவளுக்கு எல்லாரும் மாதிரி பிரச்சனை அவளோட லைஃப்லயும் இருக்கு, நம்ம லைஃப்ல എല്ലാ മനുഷ്യന്മാരുടെ പ്രശ്നം ഇருக்கு. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് കുറച്ചുകൂടെ കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഈ ഓൺലൈൻ മീഡിയാസ് ഒക്കെ വന്നതിന് ശേഷമേ, അതായത് തിരിയാൻ പറ്റൂല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ മാനവീയത്ത് പോയിരിക്കുമ്പോൾ മാഹിൻ മച്ചാൻ മാനവീയത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ മീഡിയാസ് പോസ്റ്റ്. കല്യാണത്തിന് പോകുമ്പോ അന്ന് കല്യാണത്തിന് അന്തുവിന്റെ കല്യാണത്തിന്. പക്ഷെ എനിക്കിപ്പോ വയസ്സായത് കൊണ്ടോന്ന് അറിയില്ല, ഞാൻ ഇത് പല പോഡ്കാസ്റ്റിലും പറഞ്ഞ്, നമ്മളെ ആരെങ്കിലൊക്കെ വിളിക്കുമ്പോഴേ പിറകെ മായി മച്ചാ, ഇപ്പൊ പബ്ലിക് പ്ലേസിൽ പോകുന്നു ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ മായി മച്ചാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ നമുക്ക് ഒരു ക്രിഞ്ച് പോലെ ഇപ്പൊ തോന്നണം. അതങ്ങനെ വരുമല്ലേ ഇപ്പൊ ഉണ്ട്. പക്ഷെ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യണതില്ല, നമുക്ക് സ്നേഹം അവരാണെല്ലാം. പക്ഷെ പൊതുവെ നീ നോ പറയാൻ മടിക്കുന്ന ഒരാളാണോ എന്തെങ്കിലും ഒരു കാര്യം? അതെനിക്ക് പെട്ടെന്ന് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നീ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം നിന്നിൽ ആവശ്യപ്പെട്ട നീ മൂഡ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ഇപ്പൊ തന്നെ പോഡ്കാസ്റ്റിൽ വന്നില്ലേ അവൻ നോ പറയില്ല എന്റെ അടുത്ത്. വരാം മച്ചാനെ, വരാം മൈറേ. രാത്രി റെഡി ആയിട്ടായിരുന്നു 10 മണിക്ക് രാത്രി ഇന്നലെ വരാന്ന് പറഞ്ഞു. റൂം എടുക്കണോന്ന് വെച്ചാൽ വേണ്ടെന്ന്. കുറച്ച് ബിസിയാ ഇരുന്നത് எனக்கு. அங்குள்ள ஷூட்டும் அடுத்து இங்குள்ள பெண்டிங் ஒர்க்கும், அதனால தான் வர முடியல. പെരിയ ആളിപ്പോ பெரிய ஆளும் இல்ல. ഈ കുക്ക് വിത്ത് കോമാളി ഭയങ്കര ഒരു ബൂമിംഗ് ആണ് തന്നത്. കാരണം ഈ വ്ളോഗിനെക്കാളും വലിയൊരു ബൂമിംഗ് കുക്ക് വിത്ത് കോമാളിയിലുണ്ടാ. டிவி ஆடியன்ஸ் டோட்டலி வேற, அதுக்கு தனி ஒரு ஆடியன்ஸ் உண்டு. நம்ம சோசியல் மீடியா நம்ம குறைச்சு ஒரு சர்க்கிள். இது இப்ப தமிழ்நாடு ஃபுல்லா தெரிஞ்சு പിന്നെ ஹாட் ஸ்டார்லாம் இருக்குல்ல, நிறைய பேர் பாப்பணும். எனக்கு அதான் ഡൗട്ട് ചോദിച്ചോട്ടെ, കുക്ക് വിത്ത് കോമാളി യു ഇല്ല അവിടെ അല്ലേ? സർജിൻ ബ്രോ, ഈ തമിഴ്നാട്ടിലെ അക്സെപ്റ്റൻസ് കുറച്ചുകൂടെ കൂടുതലാണ് വെൻ കമ്പയർഡ് ടു മലയാളി ഓഡിയൻസ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അക്സെപ്റ്റൻസ് അവർക്ക് സ്നേഹം കുറച്ച് കൂടുതലാണ്. അല്ല, പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഈ സംസ്ഥാനങ്ങൾ വെച്ചിട്ട് തമിഴ്നാട്ടിലാണ് കൂടുതൽ സ്നേഹം ഭയങ്കര. പിന്നെ ചിലരൊക്കെ ഓവർ അഡ്വാൻറ്റേജ് ഇങ്ങ വാ അവിടെ ഭയങ്കര കുഴപ്പമാവും. ഞാൻ വിളിച്ച വരൂല്ലേ അവിടെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ അവര് ഇവിടെ വന്ന് സംസാരിക്കാറുണ്ട്, അങ്ങനെ തോന്നുന്നു.
இங்க வா அப்படின்னு. அடுத்து நம்ம போயில நீ வர மாட்டியா, அவ்வளவு பெரிய ஆளா നമുക്ക് തമിഴ് ഓഡിയൻസ് ഉണ്ട് കേട്ടാ. അത് നാഗർകോവിൽ അങ്ങ് സാധനമൊക്കെ ഉണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ദിവസം ഈ കപ്പ വാങ്ങിക്കാൻ വേണ്ടി, കപ്പ ടപ്പിയൊക്കെ ഞാനെന്തോ പറയാൻ, ചിപ്സ് ടപ്പിയൊക്കെ ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടി. അത് നമ്മുടെ മഹാബോളിയുള്ള മറ്റേ അവിടെയാണ് പോയത്, നമ്മുടെ ഈസ്റ്റ് ഫോർട്ട്. അപ്പൊ ആ ഒരു ഭാഗത്ത് പോയപ്പം ഞാൻ ഇങ്ങനെ ചക്കട്ടിൽ വാങ്ങിക്കാന്നോ, വീഡിയോ എല്ലാം நல்லா இருக்கு കേട്ടാ, പക്ക തമിഴ്. ആ മധുരൈ ചെന്നൈ എവിടെയുള്ള വീഡിയോ പാക്കുമാ, എന്താണ് പാക്കും, നല്ല ഇருக்கு, നല്ല പ്രാങ്ക്, സൂപ്പർ പ്രാങ്ക്. അടുത്ത മഹാബോളിയിൽ ഞാൻ പോയി ബോളി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്ന് തമിഴ് സൂപ്പർ വീഡിയോ കേട്ടാ. ചിലപ്പോ അവർ ഇവിടെ നിൽക്കുന്നു, ട്രിവാൻഡ്രത്ത് നിൽക്കുന്നതുകൊണ്ട് അവർ ഇനി കണ്ടുപോകാൻ സജഷൻ വരുന്നതാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇവർക്കൊക്കെ നമ്മുടെ വീഡിയോ സജഷൻ ആയിട്ട് പോകാറുണ്ട്. പിന്നെ ഇവന്റെ വീഡിയോസ് നമ്മുടെ വീട്ടിലായാലും ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇവനും അമ്മയും കൂടെ ചെയ്യുന്നത്. അമ്മയായിട്ടുള്ള ഒരു കൊളാബറേഷൻ നേരത്തെ ഉണ്ട്, അത് കോവിഡ് ടൈമില് തുടങ്ങിയത്. ഫസ്റ്റ് തമിഴ് രത്ത കണ്ണീർனு ஒரு MR ராதா தெரியுமா, உங்களுக்கு தெரியுமான்னு தெரியல. அவருக்கு ஒரு டயலாக் உண்டு, ஒரு அதான் ஃபர்ஸ்ட் நாங்கள் வீடியோ எடுத்தது. அது வந்து வாட்ஸ்அப் ஸ்டேட்டஸ் வைக்க வேண்டிய எடுத்த வீடியோ. அது நான் வச்சுட்டு வெளியில வந்தாச்சு. அடுத்து பார்க்கும் எல்லாரும் அந்த இதை வந்து വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വെച്ചിരുന്നത്. അതാണ് ഞങ്ങൾ ഫസ്റ്റ് വൈറലാവുന്നല്ലേ. അമ്മ അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, അപ്പം സൂപ്പറായിട്ട്. അത് ഈ വീഡിയോ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടോ ഈ അഭിനയിക്കാനുള്ള താല്പര്യമൊക്കെ? அவங்க வந்து என்னன்னா அவங்க ஃபேமிலியை வந்து மற்ற நாடகம் நடிக்க எந்த மாதிரி മറ്റേ സിനിമ നൻപകൽ നേരത്തെ മയക്കം அந்த அது. ஆனா இவங்க அதுல இன்வால்வ்டு கிடையாது, லைட்டா தான் இன்வால்வ்டு. ஆனா அவங்க ஃபேமிலி வந்து அந்த இந்த மாதிரி இது உண்டு. ഇത്രയും വലിയ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? அவங்க 10 പേരുണ്ട് எங்க അമ്മയോട്. ആണോ? അതായത് സിബ്ലിങ്സ് 10 പേര്. ഓ, അപ്പൊ அந்த ஜீன் என்னைக்கு എന്നിട്ട് லைட்டா வந்து കാണുന്നു തോന്നുന്നു എനിക്ക്. അത് കറക്റ്റ് ആയിരിക്കും. അതിനകത്ത് ഈ അമ്മയെ എടിന്ന് കൂപ്പിടുற யூஸ்வலா எங்க ஏரியால ஃபுல்லா அப்படிதான் எடி எடி. எங்க அம்மைக்கு அம்மையா வந்து எடி அம்மா அப்படின்னு விളിப்போம். உனக்கு ஒரு காரியம் தெரியுமா, இங்க வந்து எடின்னு கூப்பிடுறா இல்ல, எனக்கு நிறைய கமெண்ட் வந்து தமிழ்ல நாகர்கோவில் தாண்டாலும் எடின்னு விളിച്ചാ ஒரு ഇറസ്പെക്ട് பண்ணிய மாதிரி. അപ്പൊ തമിഴ്നാട്ടിലാ ചെന്നൈയിലൊക്കെ എടിന്ന് വിളിക്കാമോ? വിളിക്കരുത്. ബിഗ് ബോസിൽ എടിന്ന് വിളിച്ചാലേ വീട്ടിൽ പോയി നിന്റെ തന്തേ തള്ളേ വിളിക്കണം. അമ്മ പിന്നെ നല്ല കെയർ എടുത്ത് ഇവിടെ പാസത്തില വിളിക്കരുത്, എടി വിളിക്കും. ഉനക്കെന്ന് പറഞ്ഞാലും റെസ്പെക്ട് കുറവല്ലേ? ഉനക്ക് ഉങ്ങൾക്ക് പറയണം. പിന്നെ നമുക്ക് ക്ലോസ് ആയിരിക്കും പറയാം, അല്ലാതെ ന്യൂലി ഒരാളെ പാക്കുമ്പോ வந்து உங்களுக்கு நீங்க வாங்க. അപ്പൊ ഈ MYR മയർ അത് ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വന്നാ തെറിയാണോ ശരിക്കും? അത് മുടി. അതെ. അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ആ തെറി വരുന്നത്? അതാ നിങ്ങളെ കടം എടുത്തതാണോ ആക്ച്വലി? மயிருன்னுള്ളത് ஒரு கெட்ட வார்த்தை கிடையாது, முடி. அவங்க அங்க അവിടെ വന്നിട്ട് மயிருன்னு சொல்லி முடி தானே நீங்க சொல்லியா? മുടിதான், പക്ഷെ അതൊരു സ്പെസിഫിക് പാർട്ടിൽ. അപ്പൊ നമ്മള് ബാർബർ ഷോപ്പിൽ മയിര് വെട്ടണം അങ്ങനെ പറയോ? മയിരുന്നുള്ളത് പ്യൂർ തമിഴ് വേർഡാക്ക്. അതായത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കടകളിൽ പോയിട്ട് ഈ കരിക്കും വെള്ളം കുടിച്ച പോലത്തെ സാധനം എന്നാണ് പറയുന്നത്. കരിക്ക് പ്യൂർ ആയിട്ടുള്ള സാധനം. ഐ മീൻ തമിഴിലെ പഴയ വേർഡാക്കും മയിർ. പക്ഷെ അത് തെറി എന്തിനാ? അപ്പൊ നല്ല ഒരു വാക്കല്ല, അതിനെ എന്തിനാണ് തെറിയാക്കുന്നത്? ആക്ച്വലി ചില മുടിയെല്ലാം അല്ല, ബാർബർ ഷോപ്പിൽ പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞ റെസ്പെക്ട് കുറവാണ്. അത് ഞാൻ ഇപ്പൊ നാഗർകോവിൽ മുടി വെട്ടാൻ അടുത്ത ആഴ്ച വരും. മുടി ഇല്ല, എന്നാലും ഇപ്പം ഞാൻ ഒന്ന് ബസ്കറ്റ് വെട്ടാൻ നോക്കിയതാണ്, എന്റെ മയിര് എല്ലാം പോയി. അപ്പൊ ഇനി എനിക്കൊരു മയിര് വളർന്നാൽ ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളുടെ ബാർബർ ഷോപ്പിൽ വന്നിട്ട് എനിക്ക് മയിര് വെട്ടണം. പക്ഷെ അത് കറക്റ്റ് വേർഡാണ്, ആരാ ഇവര് വേറെ രീതിയിൽ എടുക്കാം. മയിരുന്നുള്ളത് ഒരു ബാഡ് വേർഡ് അല്ല. അല്ല, ഇല്ല, ബാഡ് വേർഡ് ഇല്ല. ഉറപ്പാണല്ലോ. ഞാൻ ഞാൻ നാഗർകോവിൽ ഇനി ഇവൻ പറഞ്ഞിട്ടില്ല. അത് ആൾക്കാർ എടുക്കിയതിലാണ് തപ്പിരിക്കിയതവര. അത് മയിരുന്നുള്ളത് வந்து പഴയ ഇതിലുള്ള മിത്തോളജി. അപ്പൊ മുകേഷ് MLA വന്ന് ഫോൺ കോളിൽ എനിക്ക് മയിര് വിലയല്ല തരുന്നതെന്ന് പറഞ്ഞൊക്കെ പറയുന്നത്. മുടി വിലയല്ല നീ തരുന്നത്. മുകേഷിന് தெரியுமா? നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ ഇനി മാറ്റിയെടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മുടി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ ചിലട്ടാ മൊത്തത്തില് നല്ല പ്യൂർ തമിഴ് വേർഡെല്ലാം നീங்க தான் യൂസ് பண்ணதியா? അതുകൊണ്ട് ഇന്റർലെക്സ് പോഡ്കാസ്റ്റിൽ അത് പറഞ്ഞു തരുന്നു. நிறைய பியூர் தமிழ் வேர்டு தமிழ்நாட்டில் உள்ள பேசியதோட உங்க ஸ்லாங்குள்ள மலையாளத்துக்குள்ளதான் நிறைய பழைய தமிழ் வேர்டு இருக்கு. இதுல வந்து குமரி கண்டம்னு ஒரு இது உண்டு, தெரியுமா உங்களுக்கு? குமரிக்கண்டம். குமரிக்கண்டம் പുത്തിരിക്കണ്ടം അറിയാം. குமரிக்கண்டம் அது வந்து 3 times bigger than India. ഓ,
டோட்டல். அதுல இருந்த ஆளும் எல்லாமே வந்து தமிழ் பேசினவங்க. புரிஞ்சா இந்தியாவோட 3 மடங்கு பெரிய இது. அது வந்து நம்ம பார்டர்ல இங்கே தான் இருந்து கன்னியாகுமரி அந்த இதெல்லாம் வரும். அதுல இருந்த ஆட்கள் எல்லாம் தமிழ் பேசினது. அந்த இடம் எல்லாம் அப்படியே தண்ணிக்குள்ள போச்சு. தண்ணிக்குள்ள போச்சு. அதுக்குள்ள இப்பவும் வந்து நிறைய ஸ்டாச்சு, அந்த அரண்மனை இதெல்லாம் உள்ளே இருக்கு. அதை வந்து ரிசர்ச் பண்ணக்கூடாதுன்னு ஒரு இது இருக்கு. ரிசர்ச் பண்ணா வந்து மொத்தத்திலே எல்லாம் மாறும். ഈ പ്യുവർ മലയാളത്തിൽ இப்ப வேണമെങ്കിൽ இதுல கூகுள்ல ஒண்ணு அடிச்சு பாருங்க. ரிசர்ச் பண்ணா வந்து நிறைய டீடைல்ஸ் ഗൂഗിളിൽ എന്നെ டாப்ல வரும். പക്ഷേ ഈ പ്യുവർ തമിഴിന്റെ കേസ് ഞാൻ കേട്ടു. குமரி கண்டம் அடிச்சு பாருங்க. തുണ്ടാണ് പറഞ്ഞത് ആദ്യം എടുക്കും മൊബൈലിൽ എടുക്കും കുമരി അല്ല അത് തുണ്ടല്ല ഞാൻ ഞാൻ ഇന്നലെ സെർച്ച് ചെയ്തു. വേൾഡിൽ തന്നെ ഏറ്റവും ഏൻഷ്യൻ ലാംഗ്വേജിൽ സെക്കൻഡോ ഫസ്റ്റോ തമിഴ് അങ്ങനെ എന്തോ ഇല്ല ഫസ്റ്റ് ലാംഗ്വേജ് வந்து தமிழ் അണ്ണാ പണ്ട് ഇതുപോലെ തമിഴ് Kumari is a legendary lost continent, part of ancient Tamil tradition, said to have existed in the Indian Ocean to the south of present-day India before it was submerged. മലയാളം തർജ്ജമ Described in ancient Tamil literature from the പിക്ചറിൽ നോക്കിയാൽ ഇല്ല ഇതോ ഇരിക്കുന്നോ പിക്ചർ ഇതാ സർജൻ കണ്ട ഇന്ത്യ എவ்வளவு இருக்குന്നുണ്ടാ. ഇത് ഭയങ്കര വലുതാ. ഇന്ത്യ തോപ്പിച്ചടാ. കണ്ട ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടാകില്ല. ഇതിലുള്ള എല്ലാരും வந்து தமிழ் பேசணும். ഇന്ത്യ നോക്കടാ. അതാ சொன்னல താങ്കളുടെ. എടാ അത് ആഫ്രിക്കയിൽ ചെന്ന് കേട്ടോ. റെസ്പെക്ട് കൊടുടാ. റെസ്പെക്ട് കൊടു. ഓക്കേ അണ്ണാ വണക്കം. നമുക്ക് ബിഗ് ബോസിന്റെ കാര്യം, ബിഗ് ബോസിൽ പിന്നെ അതിനുശേഷം ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും കോൾ വന്നോ? എന്തോ കേട്ടിരുന്നു. ആണോ? അതായത് വാട്ടർമെലൺ സ്റ്റാറിന്റെ കൂടെ നീ പോ അല്ലേ ആ എപ്പിസോഡില് ഇനി പോവുമാ? ചാൻസ് ഉണ്ടാ? தெரியாது. இந்த தடவையும் பிக் பாஸ் ஃபைவ்ல ராஜு அவரோட டைட்டில் உண்டாரு. அவன் வந்து என்னோட குக்குத் கோமாளியில ஃபுல்லா உண்டாரு. சௌந்தர்யா இருக்குல்ல, சௌந்தர்யா போன இதுல உள்ளது அந்த டைட்டில். ஆனால் அவன் என்கிட்ட உனக்கு போன நெகட்டிவ் ஆகாது, நீ கண்டிப்பா போய் ட்ரை பண்ணலாம் அப்படின்னு. ஏன்னா இவ்வளவு நாள் கூட இருந்தேன்னு பார்த்ததுனால வந்து அவன் சொன்னா நீ போலாம், உனக்கு ஒன்றும் ஆகாதுன்னு. റീസൺ മീൻസ് போகாதது ரீசனா இல்லை. எனக்கு ஒன்ன மாதிரி ചെറിയ പേടി எனக்கு ഉണ്ട്. എന്നെങ്കില പേര് മോശമാവും. മച്ചാനെ ഒരു ഡൗട്ട്. ഇപ്പൊ നമ്മുടെ ഇവിടത്തെയൊക്കെ മലയാളം ബിഗ് ബോസിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഫുള്ള് ഭയങ്കര ഇൻ കേസ് നമുക്കൊരു നെഗറ്റീവ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ സൈബർ ബുള്ളിങ്ങിന്റെ അങ്ങേറ്റമായിരിക്കും. തമിഴ്നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണോ? അങ്ങനെ ഉണ്ടോടാ നെഗറ്റീവ് ആവും. അതായത് കമന്റ്സ് കൊണ്ട് നമുക്ക് ഭയങ്കര ചില സമയങ്ങളിൽ നമ്മളെ ഈ തിരിച്ചടിയുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ചെറിയ എപ്പിസോഡിലെ പ്രൊമോ ഇറങ്ങുമ്പോഴായിരിക്കും அந்த പ്രൊമോ കണ്ടിട്ടായിരിക്കും നമ്മളെ വലിച്ചീറി ഒട്ടിക്കുന്നത്. മലയാളത്തിൽ அது என்னன்னா அந்த உள்ள இருந்த ஆட்கள் வச்சு என்னன்னா என்ன இருந்தாலும் ஒரு மாசம் பேசுவேன் அடுத்து மறப்பணும். நீ என்ன காட்டுனாரு ബ്രോ? ഇപ്പം നമ്മുടെ 2 നാള് പേസുവിന് അടുത്ത നീ ഇരുന്നതിന്റെ മറപ്പുന അവിടെയാണ്. ബ്രോ നമ്മുടെ മലയാളി ഓഡിയൻസിനൊരു ഇതുണ്ട്. അതായത് അതൊരു ഗെയിം ഷോ ആണ്. പക്ഷെ നമ്മളെ മലയാളി ഓഡിയൻസ് അതിനെ കൂടുതലും ഗെയിം ഷോ ആയിട്ടല്ല കാണുന്നത്. അപ്പം അതിനകത്ത് പോകുന്ന ആൾക്കാരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആ ഷോ വിൻ ചെയ്യാന്നുള്ളതാണ്. വിൻ ചെയ്യാൻ വേണ്ടിട്ട് അവര് പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യും. തമിഴ് പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യും. അപ്പൊ ആ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിയാണ്, അത് അവരുടെ ഗെയിം പ്ലാൻ ആണ് എന്നുള്ളത് നമ്മൾ മലയാളീസ് അങ്ങനെയല്ല എടുക്കുന്നത്. നമ്മുടെ മലയാളീസ് അതിനെ പേഴ്സണലി ആണ് എടുക്കുന്നത്. അതുപോലെയാണ് തമിഴ്നാട്ടിലും ഇതുപോലെ അന്ത ചിന്ന പൊണ്ണ് അറ്റാക്ക് പண்ற എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകും. എന്നതാ அது கேம் ஷோவா இருந்தாலும் அவங்கள கேரக்டர் தெரியும். கேரக்டர் பார்த்து தான் ஆட்களோட ஓட்டடியாது. உனக்கு கெய்ம் இதுல வந்து கெய்மை வச்சல்ல நீ வின் பண்ணியது. உனக்கு கேரக்டர் நீ எப்படி பரிமாறுத, உனக்கு ஓட்டு விளையாட நீ பாஸ் ஆகும். இன்னொன்று நான் பிக் பாஸ் பார்த்தது வரைக்கும் என்னன்னா விளையாடாத நின்னவங்களும் ஜெயிச்சது. ஆளுகளுக்கு பிடிக்கும். ஓட்டில் தான் இருக்கு விஷயம். ഞാൻ ഒരു പോസ്റ്റ് കണ്ടതാണ് സർജന്റെ കുക്ക് വിത്ത് കോമാളി എന്ന് ഇറങ്ങിയപ്പോൾ സർജൻ ഒരു പോസ്റ്റ് ഇട്ട് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. ഭയങ്കര രസമുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. കാരണം അവൻ ആ സീസൺ അടിപൊളിയായിട്ട് ചെയ്തു. ഇവന്റെ കുറെ വീഡിയോസ് ഒക്കെ വൈറലായി. ഇവ എന്നെ വിളിച്ച് പറയുന്ന ഓർമ്മയുണ്ട്, മച്ചാനെ കുക്ക് വിത്ത് കോമാളി കയറിയപ്പം എനിക്ക് 50,000 ഫോളോവേഴ്സ് ആണ്. ഇല്ല, എനിക്ക് 2 വീക്സിലോ 3 വീക്സിലോ 2 lakh ഫോളോവേഴ്സ്. ഒറ്റ അടിയായിട്ട് ഇൻസ്റ്റയില്
ഒറ്റ കയറ്റം. അപ്പൊ അത്രമാത്രം ഓഡിയൻസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ബിഗ് ബോസ് ഒക്കെ ഇനി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ തോന്നണല്ലേ? കാര്യം ഇപ്പൊ ഒന്ന് സ്ക്രീൻ ഇപ്പോഴും അവന് വെളി വരുന്നുണ്ട് പ്രാക്ടീസ് ഉണ്ട് അല്ലേ? ഇപ്പോഴും ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട് അവനെ. കാരണം ഈ വിജയ് ചാനലിലാണല്ലോ അവൻ വർക്ക് ചെയ്യുന്നത്. വിജയ് ചാനലിലാണ്, വിജയ് TV ആണ് ബിഗ് ബോസ് നടത്തുന്നത്. ഹോട്ട്സ്റ്റാറിന്റെ മെയിൻ ഇത് കോൺഫിഡൻസ് ആയില്ലേ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന്? അപ്പൊ ആ ഒരു പോസ്റ്റിന്റെ താഴെ വന്നിട്ട് ഒരു പ്രമുഖ ഒരു ആങ്കർ വന്നിട്ട് ഞാൻ എന്തെങ്കിലും സൊന്നിയ സോറി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് പാത്തേ പ്രഭുല്. അപ്പൊ പ്രഭുലിന്റെ ഒരു അല്ല ഇങ്ങനെ കണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല അവൻ പബ്ലിക്ലി വന്ന് അങ്ങനെ ഒരു കമന്റ് ചെയ്യുമ്പോഴാ അപ്പൊ ആൾക്കാരും അങ്ങനെ ഇപ്പൊ നമ്മളെ പോലെ ചിന്തിക്കും. ഇപ്പൊ ആഷിക്കും ഷിഫിനും ഇത് കേൾക്കുമ്പോ തന്നെ അവനെ പോസ്റ്റ് കണ്ടിട്ടില്ല, ഞാൻ കണ്ടു. നീ സൊന്നേനെ അപ്പുറം ഞാൻ പോയി പാത്തേ. അപ്പൊ അങ്ങനെ ഒരു കമന്റ് കണ്ട് അപ്പൊ എന്നാ അന്ത കമന്റ് நான் ஊமானு. പക്ഷെ നിങ്ങൾ എപ്പോഴും നല്ല ഫ്രണ്ട്സ് ആണ്, സംസാരിക്കും ജബാ ജബാ അതിങ്ങനെ. എന്നാലും അത് വെള്ളം കുടിക്കുന്ന കമന്റ് ആണ് കേട്ടോ. അതിന് റിപ്ലൈ കൊടുത്താ ഹാർട്ട് കൊടുത്ത് കണ്ട. അപ്പൊ ആ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ആ കമന്റ് വന്നവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? കുക്ക് വിത്ത് കോമാളി എക്സ്പീരിയൻസ്. നമ്മളൊരു ഫ്രഷർ, പുതിയ ആളാണ്. പോകുമ്പോ നമ്മള് പുതിയ ആളാണ്. പിന്നീട് അങ്ങേ ഇല്ല, ഞാൻ ആ ഏരിയ പോകുന്നില്ല. ഞാനിപ്പോ ഒരു കോളേജില് ഫസ്റ്റ് ഇയർ കയറുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് എല്ലാവർക്കും സീനിയേഴ്സ് നമുക്ക് റാഗിങ് തരും. റാഗിങ് എല്ലായിടത്തും ഉണ്ട് കോളേജില്. ചിന്ന നല്ല ഹാപ്പി റാഗിങ്. അത് മറ്റെന്താ ഒരു പാട്ട് പാടിപ്പിക്കല്. നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ കൈവിട്ട് പോകുന്ന വൃത്തിയായിട്ട റാഗിങ്സ് ഉണ്ട്, അതിന് നമ്മൾ എതിരാണ്. പാട്ട് പഠിപ്പിക്കുക, പുഷപ്പ് പഠിപ്പിക്കുക, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത് ഭയങ്കരമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പ്രശ്നമാണ്. ഐസ് ബ്രേക്കർ. അതെ, ഐസ് ബ്രേക്കർ പോലെ ഒരു സാധനം. ഇതിപ്പോ ഒരു ഓഫീസിൽ വന്നാലും സീനിയർ സ്റ്റാഫുകൾ കാണും. നമ്മളിപ്പോ ഒരു സ്ഥലത്തെത്തുമ്പോൾ ചില സമയം ഒരാഴ്ചയാവും നമ്മൾ മിങ്കിൾ ചെയ്തെടുക്കാൻ വേണ്ടി. നീ ഒരു ഫ്രഷർ ആങ്കറിങ്ങിൽ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു എല്ലാവരുമായിട്ടുള്ള മിങ്കിളിങ്? ഇപ്പൊ സൗന്ദര്യ ഇവിടെ ഓൾറെഡി കുക്ക് വിത്ത് കോമാളിയിലുണ്ടായിരുന്നു. ഇല്ല, ബിഗ് ബോസിന്റെ ഡയറക്റ്റ് കുക്ക് വിത്ത് കോമാളി വന്നു. അപ്പൊ ഇതിൽ കുറെ ആൾക്കാരുണ്ട്, വലിയ വലിയ ഷെഫുകൾ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു ആക്ച്വലി? അത് ഒരു ഫ്രഷർ ആയിട്ടായിരുന്നോ സർജിനെ കണക്കൂട്ടിയത്, അതോ അവരുടെ കൂട്ടത്തിലുള്ള ഒരു നല്ലൊരു ആളായിട്ടാണോ കൂട്ടിയത്? ഫ്രഷർ തന്നെ ആണല്ലേ? கோமாளி சீசன் 7 വിളിച്ചാ പോവോ? அந்த சமயம் வந்து எனக்கு வேற கமிட்மெண்ட் ஒண்ணு இல்லைன்னா யோசிப்பேன். അതും എന്നെ വിളിച്ച് ചോദിച്ചേട്ടാ പോകും. പിന്നെ குக்குத் கோமாளி கேட்டிருந்தேன். അപ്പൊ ഞാൻ വെറുതെ ചാനലല്ലടാ പോന്ന് പറഞ്ഞു. உனக்கு தளபதி மாறும் அப்படி நீ பாரு அப்படின்னு. ആണോ? ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞത് ഇപ്പൊ നെഗറ്റീവ് ആയോ? இல்ல 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 நல்ல ஹாப்பி தான். இல்ல அங்க போய் எனக்கு நல்ல எக்ஸ்பீரியன்ஸ் கிடைச்சு. எல்லாയിടത്തും ഉണ്ടാ ഇത്? இல்ல அப்படி இல்ல, இப்ப ஒவ்வொரு ஆளும் ஒவ்வொரு ரகமா இருக்கும். ഇപ്പൊ നീ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, ഞാൻ പറയാം എക്സാമ്പിൾ, ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ചാനലില് നമ്മൾ കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ. അപ്പൊ നമ്മൾ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യുമ്പോഴായിരിക്കും അവരെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നത്. നേരത്തെ ഒരാൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു കേട്ടോ. അത് എന്റെ ഫ്രണ്ട്സും കുറച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഏത് ഫ്രണ്ട് നിന്റെ? അല്ല, പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പല കേസസിലും ഇങ്ങനെ നമ്മൾ ആ ഒരു ബന്ധത്തിൽ ഈ സിനിമയിലോ അല്ലെങ്കിൽ ഇത് വീഡിയോയിലൊക്കെ കാണുന്ന ഇതിൽ പോയി ചിലപ്പോൾ മുട്ടി എടാ, നമ്മള് ഭയങ്കര കമ്പനി ആയിട്ടുള്ള സെലിബ്രിറ്റീസ്, ഞാൻ ആരുടെ പേര് പറയില്ല, ചിലര് നമ്മള് പണ്ട്, അത് ഞാൻ നിർത്തിയതാണ്, പണ്ട് നമ്മളെ അടുത്ത് പറയും അന്വേഷണം പറയണേ, ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറയും. നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് അന്വേഷണം പറയും, ഫാനാണെന്നൊന്ന് പറഞ്ഞേക്കണേ എന്നൊക്കെ. പക്ഷെ ഒരു സിനിമ മാന്ത്രിക കൈ വന്നു മാന്ത്രിക തലയുടെ കുറച്ച് കൈ സ്വർണ്ണം കാണിച്ചേ കൈ കുറച്ച് പൊക്കി വാ സർജിനെ. ഇതില് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അർബൻ സ്പേസിലെ ഇവിടുത്തെ ഏറ്റവും സൂപ്പർ ഫുഡ്. ഈ ഫുഡ് കണ്ട എന്ത് രസം. ഏതെങ്കിലും പോഡ്കാസ്റ്റിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതാണ് പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് വിത്ത് ഫുഡ്. അതെ, പെരി പെരി ഫ്രൈസ് അർബൻ സ്പേസ്. അത് തെറിയല്ല, പെരിപ്പരി. അപ്പൊ ഇത് പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആണ്. അപ്പൊ മച്ചാൻസ് പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേക ഫുഡ് കൊടുത്ത് നമ്മൾ സത്യങ്ങൾ പറയിപ്പിക്കും. അതായത് നീ പറയാതിരുന്നാലും നമ്മൾ മാക്സിമം നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കും. ഇത് എത്ര രൂപയുടെ ബില്ലെന്നറിയാമോ ബ്രോ? നീ അത് മനസ്സിലാക്കിയെങ്കിലും നീ ഉത്തരം പറയണം. എന്താ അടിപൊളി. അപ്പോ സെറ്റ്. സർജൻ, അതിൽ നിന്നൊരു ടിക്ക കഴിച്ചു നോക്ക് നീ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മലായ് ടിക്ക. ഇത് എന്ത് ടിക്കാണ്? അഫ്ഗാനി ടിക്ക. അത് ഒരെണ്ണം എടുത്ത് ഇങ്ങടുത്തെ ആ ഒരു ബോക്സ് പ്ലേറ്റ് എടുത്ത്. സെറ്റ്.
അവൻ കഴിച്ചു കഴിഞ്ഞു. എങ്ക ഇருக்கு അവൻ എന്തോ എങ്ക ഇருக்கு അവൻ ആലോചിച്ചേ ഇത് മട്ടനാണോ അതോ എപ്പിടി ഇരിക്കുങ്ക കൊള്ളാല്ലേ? നീ സത്യം പറഞ്ഞേ, അവൻ വെച്ച് കേട്ടോ നല്ല അല്ല കുഴപ്പമില്ല, നീ കഴിച്ചോ? കഴിക്കുന്നതിന്റെ സെറ്റ്. ഓക്കെ. അപ്പോ ഈ എല്ലാരും അങ്ങനെയാണ് അവിടെ ചെന്നപ്പോ? ഇല്ല அப்படி ஒன்றும் இல்லை. நல்லா பார்த்து എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? 3-4 மாசத்து கிட்ட உண்டாருந்து. കയ്യിൽ നിന്നാണ് ഇടുന്ന സ്ക്രിപ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക് അവിടെ? இல்லை, அந்த கேமுக்குள்ளதெல்லாம் ஸ்கிரிப்ட் எல்லாம் உள்ளது எல்லாமே அங்கே நடக்குது. லைவ் தான். காலத்து 7 மணி தொடங்கி ராத்திரி 2 மணிக்கு தான் முடியும். ഇംപ്രവൈസ്. அப்போ அது ஒரே ஷூட் நடக்கும். அது 2 മണിക്കൂറായിട്ട് ടെലികാസ്റ്റ് ആവും. ശരി. ഇന്ത കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം തമിഴ് മലയാളം മിക്സ് ആയിട്ട് പറഞ്ഞു. മലയാളം പ്രോപ്പറായിട്ട് പറയാൻ നമ്മുടെ ഈ കേരളത്തിലുള്ള യൂട്യൂബേഴ്സിനിടയിൽ അത്യാവശ്യം എല്ലാം നല്ല പേരെടുത്ത ഒരാളാണ് മായം മെസ്സായി. അപ്പം പറയണേ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഓർമ്മ ഉണ്ടോ? താഴെ ഇറങ്ങിയിട്ടില്ല നമ്മള്. അപ്പം ഈ വ്ളോഗേഴ്സിനിടയിൽ ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഉള്ള പോലെ പറയണം, കുഞ്ഞടിച്ച് കളയരുത്. വ്ളോഗേഴ്സിനിടയിലെ ഈ ഗ്രൂപ്പിസം ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. എന്നിട്ട് അതുമായിട്ട് എന്തെങ്കിലും അജണ്ടാസ് ഒക്കെ ഈ ഗ്രൂപ്പിസം ഫീൽ ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ എന്നെ പലരും വിളിച്ചിട്ടുണ്ട്. ഇന്നൊരു ഗ്രൂപ്പ് തുടങ്ങാൻ പോവാണ്, യൂട്യൂബേഴ്സിന്റെ സംഘടന ഉണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ ചേരാന്ന് പറഞ്ഞിട്ട്. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഇപ്പോഴും താരങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, പ്രശ്നങ്ങളായ ആൾക്കാരുണ്ട്. പിന്നെ ആദ്യം ഗ്രൂപ്പ് തുടങ്ങുന്ന ഒരു സംഘടന, ആ സംഘടനയിൽ കുറെ വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഗ്രൂപ്പിലൊന്നും വേണ്ട സർജന, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തല വെക്കാൻ പോകാറില്ല. എനിക്ക് അന്നം തരുന്ന ഒരു ജോലിയുണ്ട്, അതാണ് എൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു സൈഡാണ്, നമുക്ക് ഇതെല്ലാം സൈഡിൽ കൂടെ പോകുന്നതാണ്. ഏത് ഈ പോഡ്കാസ്റ്റ് ആയാലും പ്രാങ്ക് ആയാലും എല്ലാം സൈഡാണ്. എനിക്ക് മെയിനായിട്ട് അന്നം തരുന്ന എൻ്റെ ജോലി റേഡിയോ ജോബ്. 14 വർഷമായിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്യാൻ. 14 വർഷമായിടാ ജോർജെ ഈ പണി തുടങ്ങിയിട്ട്. അടുത്ത സെന്റൻസ് പറയട്ടെ. നമുക്ക് അവിടെ റേഞ്ച് കിട്ടും കേട്ടോ. കിട്ടുമല്ലേ? അവിടെ കിട്ടും. നമ്മള് കന്യാകുമാരി വരെ കിട്ടും. അപ്പൊ നമ്മുടെ ശബ്ദമൊക്കെ അവിടെ പോകും. അവിടെ നിന്ന് വിളിക്കൂടാ ലിസണർ, പെരിയ ഫാൻ എന്നൊക്കെ പറഞ്ഞു പണ്ട് അങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ അപ്പോ ആ ഗ്രൂപ്പിൽ ചേർക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറ, ഞാൻ റേഡിയോ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് തരാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, അതൊരു അഹങ്കാരം വെച്ചിട്ടല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ റേഡിയോ കൂടെ ഒരു പ്രൊമോഷൻ തരാം, എനിക്ക് ഈ ഗ്രൂപ്പിലൊന്നും നിന്ന് താല്പര്യമില്ല. അങ്ങനെ വേറൊരു ടീം ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പുതിയ സംഘടന തുടങ്ങുന്നുണ്ട്, അതിൽ വാങ്ങുന്നതാണ്. ഞാൻ പോയില്ല. കാരണം എന്താണെന്നോ, ഈ സംഘടനയ്ക്കുള്ളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോ ഡിമാൻഡുകൾ വെക്കും. ഇങ്ങനെ രീതിയിലേ പോവൂ, നമ്മൾ അങ്ങനെ കാണിക്കണം, അതിനൊരു ഹെഡ് ഉണ്ട്, ആ ഹെഡ് നിന്ന് എല്ലാവരും ഭരിക്കും, നിങ്ങൾ ഇത്ര എമൗണ്ട് ആയിരിക്കും മേടിക്കേണ്ടത്. നിങ്ങളൊരു വ്ളോഗ് തുടങ്ങുകയാണെങ്കിൽ ആ വ്ളോഗിന് ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ പ്രശ്നത്തിനൊന്നും ചെന്ന് ചാടാതെ, ഇനി എന്ത് പ്രശ്നം വന്നാലും അവർ സപ്പോർട്ട് ചെയ്യായിരിക്കും. എല്ലാവരും ഒരേ എമൗണ്ട് ആയിരിക്കണം, ഇത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ഇത്ര എമൗണ്ട് ആയിരിക്കും വാങ്ങിക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പലരും ലെഫ്റ്റ് ആവും. എന്തുകൊണ്ട്? അവരുടെ ചിലപ്പോൾ സംസാരിച്ച് അവർക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ട്, ഇഷ്ടപ്പെടാത്തത് വരാം. അപ്പൊ ഇതിലൊന്നും എന്തിനാ നമ്മൾ വെറുതെ ഒരു പ്രശ്നത്തിൽ ചെന്ന് കാണണം. അപ്പൊ എനിക്കൊരു ഗ്രൂപ്പിസം തോന്നിയിട്ടുള്ളത് ഇത് മാത്രമല്ല. ഇത് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞാണ്. വാട്സപ്പ് ഗ്രൂപ്പിസം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ഭയങ്കര കമ്പനിയായിട്ട് കൊളാബ് ചെയ്യുന്നു. പലരും കൊളാബ് മീൻസ് രണ്ടുപേരും ഒത്തുചേർന്ന് വ്ലോഗ് ചെയ്യുന്നു. പിന്നീടാകുമ്പോൾ അവർ തെറ്റിപ്പിരിയുന്നു, അത് റീച്ചാക്കി മാറ്റണം, അത് റീച്ചാക്കി മാറ്റുന്നു. അങ്ങനെ ഗ്രൂപ്പിസം ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനത് ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം നമ്മുടെ മലയാളി ബ്ലോഗേഴ്സിനിടയിൽ എനിക്കിത് അറിയാന്നുള്ള ഒരു കാര്യമാണ്. ബട്ട് അതിന്റെ എവിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിക്കണ്ടേ, അതിനാണ് ഞാനത് ചോദിച്ചത്. 1 മില്യൺ ആയിട്ടുള്ള ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ ഇതുപോലെ മലയാളികൾക്കിടയിലുള്ള പോലെ തമിഴ്നാട്ടിലുണ്ടോ? ഉണ്ട്. ആനാ ഞാൻ யார்கிட்டயுமே கனெக்டட் கிடையாது. സ്വന്തം எல்லாரும் மெயினா உள்ள ஆட்கள் எல்லாரும் தமிழ் இங்க உள்ளதுல இங்க உள்ளது மாதிரி தான் மெயினா உள்ள ஆட்கள் என்ன கம்பெனி உண்டு. அதே மாதிரி தமிழ்ல உள்ள மெயினா உள்ள ஆட்காரும் என்ன கம்பெனி உண்டு, கான்டாக்ட்ல உண்டு. ஆனா ரொம்ப அது கூட அதுல நான் இல்ல. இப்ப ரீசெண்டா ஃபாலோ பண்ணி பேசியிருந்தேன். சினிமையில கம்பெனி இருக்கா? நல்ல டைட் கம்பெனி இருக்கு. അത് പടത്തെ പറ്റി ചൊല്ലട്ടാ. പടത്തെ പറ്റി ചൊല്ലും പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇവന് ഭയങ്കര പിടിപാടാണ് രാഷ്ട്രീയ പിടിപാട് ഭയങ്കര കൂടുതലാണ്. കാരണം എന്താ, എനിക്ക് മനസ്സിലായ ഞാൻ കന്യാകുമാരിയില് എനിക്ക് പാലം കാണണമെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചത്. ഗ്ലാസ് ബ്രിഡ്ജ് കാണണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. നമ്മൾ ഇങ്ങനെ ആക്കുന്നിടേ മൃണാള് കണ്ടു കഴിഞ്ഞാൽ സീനാണ്. ഈച്ച
അജിത്തേ എന്നിട്ട് ഞാൻ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് ഇറങ്ങിയത് ഭയങ്കര ക്യൂ ആണ്. പലരും പോയിട്ട് ക്യൂ നിന്ന് രാവിലെ നിന്ന് ഒരു വൈകിട്ടൊക്കെയാണ് കയറുന്നത്. അങ്ങനത്തെ ക്യൂ ആണ്, അസാധ്യ ക്യൂ. അപ്പൊ ഒന്നും നോക്കില്ല, ഞാൻ സർജനെ ചുമ്മാ വിളിച്ചു നോക്കിയിടാ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് കാണണം. ഇവൻ അവിടെ നിന്ന് സകലമാന എന്നെ രാഷ്ട്രീയക്കാരൊക്കെ വിളിക്കുന്നത്, സാർ എപ്പോ വരെ പോരാ സാർ അന്ത പാർട്ടിയിൽ നിന്ന് കൂപ്പിടണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പിടിപാട്. അവിടെ ഞാൻ ചെന്ന് എനിക്ക് ക്യൂ നിൽക്കണ്ട, എനിക്ക് ഡയറക്റ്റ് കയറാം. ഇവനിക്ക് നാളെ കന്യാകുമാരി ബാൻ ചെയ്യാൻ വന്നു, എനിക്ക് പേടിയാണ്. എനിക്ക് ക്യൂ നിൽക്കണ്ട, എനിക്ക് നേരെ നീന്തി അപ്പുറത്ത് പോവാം. അങ്ങനത്തെ സെറ്റപ്പ് സ്രാവ് ഞാൻ അവിടെ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ 4 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു, 5 മണിക്ക് മുന്നേ പോകണമെന്ന് പറഞ്ഞു. ഞാൻ 4 മണിക്ക് എത്തി, പക്ഷെ ഗ്ലാസ് ബ്രിഡ്ജ് അടച്ച്. എനിക്ക് കാണാൻ പറ്റില്ല. അവരും സംസാരിച്ചു നോക്കി, കാരണം കാറ്റിന്റെ ഗതി മാറി. അവരങ്ങനെ നോക്കും, അതുകൊണ്ട് നേരത്തെ ക്ലോസ് ചെയ്തു. അന്ന് നമ്മുടെ ഗതികേട് നോക്കണേ. പക്ഷെ ഇവൻ കാരണം നമുക്ക് നേരത്തെ അതിന്റെ ഉള്ളിൽ കയറാനും അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ്. രാഷ്ട്രീയത്തിൽ ഭയങ്കര ബ്രോ, ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. രാഷ്ട്രീയത്തിൽ ആദ്യം ഉണ്ടാ, നീ ഓപ്പൺ അവന് സംസാരിക്കും വിടും, പിന്നെ അടുത്ത ദിവസം இல்ல எனக்கு எல்லா கட்சியில உள்ளவங்களும் எனக்கு நல்ல ஃப்ரெண்ட்ஸ் உண்டு. இல்ல ஒரு ஆளுக்கு சப்போர்ட் இவங்க சப்போர்ட் அப்படி ஒண்ணு இல்ல. ഞാൻ അങ്ങനെ പാർട്ടി இல்ல இல்ல எல்லாரும் யாருக்கும் சப்போர்ட் ஆட்ட அப்படின்னு இல்ல. எல்லாரும் என்கிட்ட நல்லா பேசுவோம், நானும் நல்லா க்ளோஸா இருப்பேன். അപ്പൊ വിജയ് അടുത്ത വേണം നിന്നാ ജയിക്കും. വിജയ് ഇഷ്ട, തലപതി വിജയ് ഇഷ്ടം ഇഷ്ടം. ടിവിക്ക് അല്ലേ? ടിവിക്ക് ഓപ്പണ ചോദിക്കറേ, ഫ്യൂച്ചറിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വായ്പയില്ല. ഞാൻ ചോദിച്ചത് വേറെ കൊണ്ടല്ല, നമ്മുടെ തളപതി വിജയ് എന്നല്ല, വിജയ് സാർ ആദ്യം ഇങ്ങനെ ഒരു ചെറിയൊരു സൈൻ കാണിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലോട്ട് വന്നത്. അതായത് ഈ പെട്രോളിന്റെ വില കൂടിയ സമയത്ത് സൈക്കിൾ ചവിട്ടി പോയി വോട്ട് ചെയ്ത്. പക്ഷെ നിങ്ങളും അതുപോലെ പെട്രോളിന്റെ വില കൂടിയ സമയത്ത് മറ്റേ നൊങ്ക് കൊണ്ട് വണ്ടി ഉണ്ടാക്കി പെട്രോൾ അടിക്കാൻ പോയി. അതും ഒരു സൈനാണ് ഞാൻ രാഷ്ട്രീയത്തിലോട്ട് വരുന്നുള്ള രീതിയിൽ. അല്ല ചോദിക്കണം, അത് കറക്റ്റ്. മുട്ടായി ചോദ്യം, രസമുണ്ട്, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് അത് ആൾക്കാർക്കിട്ട് ഒരു അടി കൊടുത്തല്ലേ ശരിക്കും? അപ്പോൾ അതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാ ഷെയർ பண்ணு. ഓക്കെ, ഈ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വേറെ പാർട്ടിക്കാർ എന്തുകൊണ്ടെന്നാലും ചിലപ്പോൾ മേ ബി അതിനും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കാണിക്കും. നമ്മളിപ്പോൾ കാണിക്കും പോലെ തന്നെയാണ്, നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും. നമ്മൾ ചിലപ്പോൾ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാലും നമുക്ക് നെഗറ്റീവ്സ് ഉണ്ട്, ആ പാർട്ടിയുടെ പോസിറ്റീവ്സും ഉണ്ട്. അതെ, അഭിപ്രായം இல்ல எனக்கு அந்த வீடியோல நிறைய நெகட்டிவ் இருந்து, எனக்கு நல்ல நெகட்டிவ் நிறைய. ഇവന് ഭയങ്കര സീനൊക്കെ ആയി അവിടെ, നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായി. അവര് കോളൊക്കെ വന്നല്ലേ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ? இல்ல നമുക്കിട്ട് തനിയാ മീറ്റിംഗ് എല്ലാം പോട്ട് அந்த மாதிரி അങ്ങനെ ഒരു സാധനം പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോളെ ഇവൻ അടിച്ച് താത്താതാ ശരിയാവും, നാളെ വളർന്ന് പെരിയ ആളാ വന്നിപ്പാൻ அப்படின்னா അവർക്ക് പേടി ഇവൻ നേതാവും. அப்படியா? അല്ല, ഇങ്ങനെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട്? വന്നിருக்கு நிறைய கால் ചെയ്ത് കൊടുക്കും. ചെയ്യില്ല, நம்ம அந்த லிஸ்ட்ல கிடையாது. ഫുഡിന്റെ நான் சொல்ல எனக்கு எல்லாரும் வேணும் அப்படின்னு, எனக்கு எல்லா ஆளுகளும் வேணும். இப்ப உங்களை சப்போர்ட் பண்ண உங்க ஆளு மட்டும் தானே, எனக்கு எல்லாரும் வேணும். நான் பொதுவா உள்ள ஒரு ആള്. വിജയ് സേതുപതി ചേട്ടൻ പുള്ളി പറഞ്ഞ പോലെ മറ്റേ ഇത് ഒരു വീഡിയോ ഇറങ്ങിയ ഇലക്ഷൻ സമയത്ത് നിങ്ങ റിലീജിയൻ നോക്കാതെ പാർട്ടി നോക്കാതെ ഒരു പ്രശ്ന ഊരിൽ ഇരിക്കുന്നെങ്കിൽ ആദ്യം കൂപ്പിട്ടാ വരുന്ന ആൾക്ക് നോക്കി പണ്ട. അല്ല, ടെക്നോ പാർക്കിൽ നീ 1 month ജോലി ചെയ്ത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിലെ പല ആൾക്കാരുടെ ഒരു വലിയൊരു ഡ്രീമാണ് ടെക്നോ പാർക്കിൽ ജോലി. ഒരു സമയത്ത് ഒരു പ്രായത്തിൽ ഒരു 24 இல்ல எனக்கு அதே மாதிரி நல்ல ஒரு ட்ரீம் உண்டாருந்து. அப்போ நான் வந்து கரண்டா வந்து ஃபோட்டோகிராஃபரா இருந்தேன். கேமரா எல்லாம் உண்டு, எல்லா செட்டப்பும் உண்டு. அப்போ கூட இருக்க பையன்மாரோட சொல்லணும், நீ வந்து ஃபோட்டோகிராஃபர் தான், இந்த வேலை தான் இருப்பா அப்படின்னு. நான் இதில் ஒன்று இருக்க மாட்டேன், ஏன்னா ஐடியில் தான் வேலை பார்க்க இஷ்டம். நமக்கு அந்த காலேஜ் வைப்பு, கல்ச்சரல்ஸ் டே இதில் எல்லாம் கலந்து அந்த ஒரு பேட்டர்ல அங்கே போகணும் அப்படி இருந்தது. அங்கே போய் பார்த்தவர அவன் இதை எடு, அதை செய்யுன்னு. இத்தனை நாள நான் வந்து சொந்தமா ஒரு வேலை செய்து எனக்கு ஒரு வயசு வந்துட்டு இருக்கு. அங்க போன உடனே அதை இதை செய்யணும்னு சொல்லணும். அடுத்து வந்து நான் இங்க 2 நாள் வேலை பார்க்கிய சம்பளம் தான், அங்க 1 மாசம் நான் வேலை பார்க்கணும். எல்லாரையும் பிரச்சனை. அப்போ நான் இதை சரி ஓகே அப்படின்னு இதை சூஸ் பண்ணி இங்கே வந்து திரும்ப போட்டோகிராஃபர்.
വീടൊക്കെ നോക്കുമ്പോ ആക്ച്വലി ഭയങ്കര പഴയ വീട്, നല്ല പഴയ വീടാണ്. പക്ഷെ രസമാണ് അത്. പണ്ട് കക്കൂസ് ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര, ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആ കക്കൂസ് ടൂറൊക്കെ ചെയ്തത് ഡ്രോൺ വെച്ച്. ഞാൻ ഇതിന്റെ ഡ്രോൺ ഷോട്ട് എപ്പിടി എടുത്ത ഡ്രോൺ ഷോട്ട് ആക്ച്വലി ഡ്രോൺ ഷോട്ട് ക്ലാസിക് ആയിട്ട് കക്കൂസിലെ ഉള്ളില് ഈച്ച പറക്കും പോലെ എന്താ മാതിരി സ്റ്റൈലിലൊക്കെ എടുത്ത് ഭയങ്കര രസമായിരുന്നു അത് കണ്ടോണ്ടിരിക്കുക. അതുപോലെ തന്നെ ചക്ക മേളി ഇടാൻ പോകുന്നത്, അത് പല സ്റ്റൈലിലാണ് എടുക്കുന്നത്. താഴെ ക്യാമറ, മേളില് ക്യാമറ, പല എഫോർട്ട്. ഇവൻ കാട്ടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്നത്, പിന്നെ നീന്താൻ പോകുന്നത്, ഇതൊക്കെ കുറെ. ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഞാൻ അവൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം നമുക്കൊരു മൊബൈലേ ഉള്ളൂ, ഇവന് 40 ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നു. 2-3 ക്യാമറ ഇരിക്കും. ആണല്ലോ. ഇവ റോഡിൽ നിന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കില്ല, പാലത്തിന്റെ അകത്ത് ചാടി വെള്ളത്തിൽ നിന്ന് സംസാരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് 5 സെക്കൻഡ് വെച്ച് മാറ്റും. ഞാൻ അതാണ്ട് എന്നാണ് പഠിച്ചിട്ടുള്ളത്. നല്ല രസമാണ്. அது ஆடியன்ஸ் என்கேஜ்டு வச்சிருக்காது. அது எப்படின்னா டக்குன்னு ஃப்ரேம் வரும்போ அடுத்து என்ன இருக்கு, டக்குன்னு ஃப்ரேம் வரும்போ ஒரு இதாக இருக்கும். ஆனால் எல்லா இடத்துலையும் சேம் இதை தான், ஒரு ஸ்கிரிப்ட் வச்சுருப்பாங்க, அதுதான் எல்லா இடத்துலையும் எடுப்பாங்க. ஆனால் கட் பண்ணும்போது வந்து இப்போ அது பண்ணியதில்லை, வ்ளாக் இப்போ நிறுத்தியாச்சுன்னா நிறைய நாளாச்சு வீடியோ போட்டு. ஒரே டயலாக் ப்ரிப்பேர் பண்ணிச்சுட்டு நிறைய இடத்துல சேம் எடுத்துட்டு கட்டி வேற இடத்துல வர மாதிரி ஜன். அப்போ வந்து லேக் இருக்கா, இருந்து பார்த்துட்டே இருப்பேன். ഈ വീട് പണിത് സെറ്റപ്പ് ആക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടോ, അത് അങ്ങനെ തന്നെ വെച്ചേക്കാനാണോ? ഇല്ല, ഞങ്ങൾ വേറെ ഒരു വീട് അതെന്ത് കാണിച്ചിട്ടില്ല? 2 വീടുണ്ട്. ഒരു പഴയ ലൊക്കേഷനിൽ இருக்க ഒരു വീടുണ്ട്, അതിലെ വെച്ചതാ അങ്ങനത്തെ വീട് പറഞ്ഞു ചേട്ടൻ്റെ അടുത്തത്. എടാ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വീട് വേറെ, താമസിക്കുന്ന വേറെ ആണല്ലേ? കണ്ടന്റ് ഒക്കെ എങ്ങനെയാണ് ഇത്? എന്തെങ്കിലും ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണോ? ഐ മീൻ അമ്മയായിട്ടുള്ള വീഡിയോസ് കുറെയൊക്കെ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുള്ള മാതിരിയൊക്കെ ചില വീഡിയോസ് എടുക്കും എടുത്തിട്ട് മൊത്തത്തിലെല്ലാം മാറ്റി വേറെ പിടിക്കും. സ്ക്രിപ്റ്റ് വല്ലായിരിക്കും അങ്ങനെ എഴുതി തന്നെ എല്ലാ വീഡിയോ എഴുതി തന്നെ എടുക്കും. എഴുതാതെ ഒരു വീഡിയോ ഇല്ല. ഡയലോഗ്സ്, എല്ലാ ഡയലോഗ്സ് ഒക്കെ എഴുതി തന്നെ എടുക്കും. അമ്മ ഒരു 40 ടേക്കാ 30 ടേക്കാ എത്രയാണ്? ദേഷ്യം വരുമോ? അപ്പൊ വരുമല്ലേ? ചെറുതായിട്ട്. ഇല്ല, ഞാൻ പോറேன் അവിടെ തലേണ്ട് പോടും. ഇല്ല ഒരു കൂടെ എടുത്ത് പറഞ്ഞ് തിരുമ്പ വിളിച്ചു വിടുന്നു. തേച്ചി അവരെ ചണ്ട നടക്കും. എനിക്ക് നല്ല ചണ്ട നടക്കും. ചണ്ട പിടിക്കണ മനസ്സിലായി. அப்போ நான் போறேன் அப்படின்னு தள்ளிட்டு போனேன். அடுத்து கொஞ்சம் சரி லாஸ்ட் அவரு கூட எடுத்து பார்ப்போம், எடுத்துட்டு அடுத்து வந்து தப்பா சொல்லணும். ஆனா எங்களுக்குள்ள அது நல்ல ஒரு கோஆர்டினேஷன் இருக்கு. இப்போ வந்து என்ன சொன்னாலும் അഡ്ജസ്റ്റ് பண்ணி പോறாங்க. ശരി. ഈ കുറെ റീൽസ് ഒക്കെ ചെയ്തു, എല്ലാ റീൽസ് ചെയ്തു, കുറെ വ്ളോഗ് ചെയ്തു, ചാനലിൽ വന്നു, അതിനു പിന്നെ സിനിമയിലും കയറി. അത് റീൽ കണ്ടിട്ടാണ് സിനിമയിലേക്ക് വിളിക്കുന്നത്? എല്ലാം ഇത് பார்த்தோம், எல்லாமே ഇത് மீடியா பார்த்து, நம்ம சோசியல் மீடியா பார்த்து വിളിച്ചതല്ല. 2 പടം ചെയ്തോ? ഒരു ഹോട്ട്സ്റ്റാറിലെ ഒരു വെബ് സീരീസില ഓംകാളി ജയ്കാളിന്ന് ഒരു കണ്ണിലൊക്കെ ഇത് വെച്ചല്ലേ, അത് ഫസ്റ്റ്. ഇത് അടുത്ത് வந்து ഫാലിമി പടം എടുത്ത ഡയറക്ടർ நிதீஷ் சகதேவ். அவரு நாங்க வந்து ஒரு 2-3 மாதம், ஒரு 6-7 மாதத்துக்கு முன்னாடி நாங்கள் நேரில் மீட் பண்ணி பேசினோம் அவர் நான். அப்போ வேற ஒரு ப்ராஜெக்ட் தான் நான் கமிட் ஆனது. அடுத்து தமிழில் அவர் இந்த கேப்பில் வந்து தமிழில் ஒரு படம் பண்ணார், ஜீவா வச்சு, தலைவர் தம்பி தலைமையில்னு ஒரு படம். அது சூப்பர், ஃபுல் காமெடி படம் தான். அதில் ഉണ്ട്, അതിൽ ത്രൂ ഔട്ട് ഫുള്ളാ വരുവേൻ. അത് അമ്മയുണ്ട്. ട്രെയിലർ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട്. அதில் எங்கள் ஊரில் உள்ள இன்னொரு பையன் உண்டு, சுபாஷ் கண்ணன் ஒரு பையன் உண்டு. அந்த பையன் முன்னாடியே வீடியோ போட்டிட்டு இருக்கான், அவனும் உண்டு. நாங்கள் ஒரு ஃபேமிலி ஆட்டு வர்றது மாதிரி ஒரு സിനിമയാണോ ജീവിതം? ஆனால் அதுக்கு கரெக்டான ஆளான்னு தெரியாது, ட்ரை பண்ணது. ഇന്റർലെക്സ് പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് എടുത്ത 2023-24 അല്ല 23-22 അപ്പം അതിൽ പറഞ്ഞൊരു കാര്യമാണ്, ഫേവറേറ്റ് ആക്ടർ എന്ന് ചോദിക്കുമ്പം എടുത്തു പറഞ്ഞത് കമൽഹാസൻ. പക്ഷെ അത് ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന മൊമെന്റ് ഉണ്ടായി. അയ്യോ, അത് അന്ന് പറഞ്ഞ് ഞാനിപ്പോ ഓർക്കാണ്. അന്ന് നടന്നിട്ടില്ല. അന്ന് നീ ഈ നടന്മാരുടെ അടുത്തെല്ലാം പോവാൻ ഇങ്ങനെ പോലും ചിന്തിക്കാതെ നീ അങ്ങ് പറഞ്ഞതാണ്. പക്ഷെ നീ കമൽഹാസൻ സാറിന്റെ അടുത്ത് പോയി കുറെ നേരം സ്പെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. നീ അവിടെ AVM പ്രൊഡക്ഷൻസ്, അത് എന്നാ മഞ്ഞുമൽ ബോയ്സ് ടീം, ചിദംബരമാണോ കൊണ്ടുപോയത്? അത് വേറെ രേഖ, ആക്ടർ രേഖ தெரியும். புள்ளி ஏன்னா வீடியோ எல்லாம் பார்ப்பணும். வீடியோ எல்லாம் பார்த்துட்டு
அப்போதான் எனக்கு நான் சென்னையில் இருந்தேன். அந்த ஒரு வெப் சீரிஸ் நடிச்சேன்ல, அப்போ அதோட ஷூட் நடந்துட்டு இருக்கும்போது சென்னையில் இருந்தேன். அப்போ ரேகா மேம் வந்து என்கிட்ட கால் பண்ணி நமக்கு இன்னும் மீட் பண்ணணும் அப்படின்னு சொல்லிச்சு. சரி அப்போ மீட் பண்ண போனோம். மீட் பண்ணும்போது அவங்க சொல்லிச்சுன்னா நாங்கள் രേഖമാൻ്റെ അടുത്ത് അന്ന് ചോദിക്കാത്ത മായി മച്ചാനെ തിരിയാൻ இது காணும். அப்போ வந்து நான் மேம் ரேகா அம்மானு தான் கூப்பிடுவேன். அவங்க சொன்னாங்க இன்னும் எனக்கு கமல்ஹாசன் சார் அவனை காட்டி தரலாம். அப்போ சும்மா சொல்லிதான் இருக்கு. நான் இதுக்கு முன்னாடி கால் பண்ணப்போ எனக்கு ஒரு ட்ரீம் ஆகும், முடிஞ்சா என்ன கொண்டு வந்து காட்டி தரணும், கூட்டிட்டு போய் காட்டி தரணும் சார் அப்படி காட்டணும் அப்படி சொல்லி வச்சிருந்தேன். அவங்க ஃபர்ஸ்ட் மீட்லேயே வந்து உன்னை காட்டி தரானு சும்மா நம்மளை போத்தியப்படுத்துக்க வேண்டி பார்க்குறான்னு சொல்லியிருந்தேன். ஆனால் காலையிலே மஞ்சுமல் பாய்ஸ் படம் நாங்களும் அவங்க சேர்ந்து தேட்டரில் போய் பார்த்தாச்சு. மத்தியானத்துக்கு மேலே வந்து குணா படத்தில் உள்ள பாட்டு தான் இந்த மஞ்சுமல் பாய்ஸில் வந்து கண்மணி அந்த இது. அப்போ குணா படத்தில் வந்து ரேகா மேம் உண்டு. அப்போ வந்து அந்த குணா படத்தில் உள்ள டீமுக்கு வந்து இந்த மஞ்சுமல் பாய்ஸ் டீம் வந்து படம் போட்டு ப்ரிவியூக்கு வந்தாங்க. அப்போ வந்து கமலா சார் அங்கே வராரு. அப்போ நான் போகும்போது ஒன்றையும் கூட கூட்டிகிட்டு போகிறேன்னு. அப்போ அவங்கள கூட போனது என்ன அடுத்து அவங்க இன்ட்ரடியூஸ் பண்ணி வச்சாங்க. என்னன்னா நான் சர்ஜனோட ஃபேன் அப்படின்னு கமல்ஹாசன் சார்கிட்ட இன்ட்ரடியூஸ் பண்ணி வச்சேன். அப்படிதான் அப்படி இன்ட்ரடியூஸ் பண்ணி வச்சுருந்தேன். ஆனால் அவர்கிட்ட யாரும் நெருங்க வைக்காது, ஒரு ஆள் நிற்கும், சும்மா நிற்க மாதிரி தான் இருக்கு, யாரும் கிட்ட எல்லாம் விட மாட்டேன்னு. இவங்க அப்படி சொன்னதுனால எனக்கு കിட்ட പോകാൻ പിടിച്ച്. അപ്പൊ ഞാൻ കടിക്കാനൊക്കെ തോന്നി. എന്താണ് ആ സമയത്ത് ചിലർക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. യാതിൽ പറഞ്ഞിട്ടുണ്ട്, യാതിൽ പറയുന്നതൊക്കെ അവന്റെ ഉള്ളിലെ തോന്നലാണ്. മസിയെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടെ കാത് കടിച്ചെടുക്കും, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവൻ ചില വീഡിയോകളിൽ പറയുന്നത്. ചിലർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട്, പിരിവിരിപ്പ് വരും. എന്താണ് ആ സമയത്ത് ചെയ്യാൻ? எனக்கு அவரு இருந்தாரானே தெரியாது. நான் படம் ஓடிட்டு இருக்கு, பறக்க நான் பார்த்துட்டு இருக்கேன், அவர் இருக்காரு அப்படின்னு பார்த்து. സിനിമ കണ്ടില്ല അവൻ. அப்போ வந்து சென்டரில் வந்து லைட்டாக பிரைட்டானப்போ கண்டேன். அப்போ எனக்கு மூச்சோட இல்லை, அவ்வளோ இதாக இருந்து. அடுத்து அவர் அப்படியே இறங்கி நடந்து கீழே வரம்ப என்னை மட்டும் பார்த்தாரு அப்படி. அப்போ நிறைய முடியெல்லாம் வச்சு வித்தியாசமாக இருக்கு எல்லாம் அப்படி பார்த்துட்டு அப்படி போனார். அடுத்து தான் இன்ட்ரடியூஸ் பண்ணிச்சுன்னா பேசினேன், எங்கே இருந்து வர என்ன கேட்டார். என்ன சொல்லுவேன் அது அவர் நம்ம வந்து ஒரு காரியத்தில் வந்து பர்ஃபெக்டாக பண்ண முடியும். நீ என்ன பண்ணாலும் வந்து நான் பர்ஃபெக்ட் தான் பண்ணுவேன், எல்லாம் நல்லா செய்வேன். பாட்டு பாடுவார், டைரக்ட் பண்ணுவார், ஆக்ட் பண்ணுவார், என்ன ரோல் கொடுத்தாலும் செய்வார், டான்ஸ் மாஸ்டரு எல்லாம் மாட்ட ஒரு ஆள் இருக்கிறது வந்து பயங்கர கஷ்டம். அது அவர்கிட்ட எனக்கு பிடிச்ச விஷயம். ഇനി ആരെയാണ് കാണാൻ ആഗ്രഹമുള്ളത് ഈ പോഡ്കാസ്റ്റിൽ പറ, ചിലപ്പോൾ നെക്സ്റ്റ് ടൈം നിനക്ക് பார்க்க முடியும். എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. இப்போ கரண்ட ரஜினிகாந்த் சாரை பார்க்கணும்ட்டு. ஆனால் எனக்கு ஈஸியாக முடியும். ஈஸியா முடியுமா? இவன் பெரிய ஆளு. அது என்னன்னா ജയിലർ സിനിമ 2-ല് നെൽസൺ മണ്ടേല, നെൽസന്റെ പടത്തിൽ നെൽസനെ தெரியுமா? நெல்சன் தெரியும். எனக்கு ராஜு இருக்கார்ல, அவருக்கு க்ளோஸ் ஃப்ரெண்டு. அந்த குக் வித் கோமாளியில் அவரோட க்ளோஸ் ஃப்ரெண்ட் தான் நெல்சன். அவர் தான் பிக் பாஸ் ஃபர்ஸ்ட் இதை வந்து டைரக்ட் பண்ணது. നെൽസനാ? ഓക്കെ ഓക്കെ ശരി ഓക്കെ. വലിയ സെറ്റപ്പ് ആണല്ലേ ഇവൻ രജനീന്ദ്രനാണോ മൂച്ചു വിടും മിക്കവാറും. നടക്കട്ടെ നടക്കട്ടെ, നല്ല കാര്യം, നമുക്ക് സന്തോഷമുള്ളൂ. ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതിന്റെ വിഷമം പ്രകടിപ്പിച്ചിട്ടുള്ള റീലുകൾ കണ്ടിട്ടുണ്ട്. ഉനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായില്ലേ? നീ മലയാളത്തിൽ പഠിച്ചാൽ അവൻ എന്റെ അടുത്ത് ഫോൺ വിളിക്കുമ്പോ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മച്ചാനെ മലയാളത്തിൽ പേസും കൊല്ലാതെ തമിഴിൽ. ഗേൾ ഫ്രണ്ട് ഉണ്ടായില്ലേ? ഇല്ലേ? ഇപ്പൊ മാരേജ് ലൈഫ് അല്ല, പിന്നെ തമിഴ് മലയാളത്തിലെ പേസ് ബ്രോ, എല്ലാം தெரியும். മാരേജ് പ്ലാൻസ് ഇപ്പൊ ഇല്ല, കറണ്ടാ ഇപ്പൊ ഇല്ല. ഞാനത് ചോദിച്ചത് വേറെ കൊണ്ടില്ല, തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്നുള്ള സ്ഥിതി അറിയാൻ വേണ്ടി. ഇല്ല, ഞാൻ வந்து വീഡിയോയിൽ வந்து പെണ്ണെല്ലാം തമിഴ്നാട്ടിൽ മഞ്ഞ ചരട് വെച്ചിട്ടാണ് താലി കെട്ടുന്നത്. അതല്ല, അതായത് ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തമിഴ്നാട്ടിലുണ്ടോ? എന്നോട് ക്വസ്റ്റ്യൻ. அது எல்லா இடத்துல உள்ள குழப்பம் தான் அது. இப்போ நான் வந்து பெண்ணில்லைன்னு சொல்லி அது உண்மையான பெண்ணு கெட்டக்குள்ள ஆகிறதுல இல்லை, അത് வந்து അങ്ക ഒരു കൾച്ചർ ഇവിടെ ഇருக்கு പെണ്ണ് കെട്ടണം, அதை വച്ച് ഞാൻ പിടിക്കുന്നത്. അപ്പൊ എനിക്ക് മീഡിയ ഫീൽഡിൽ നിന്നുകൊണ്ട്, അതായത് ഞാൻ ആർജയായിട്ട് നിന്നുകൊണ്ട് ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓർത്തഡോക്സ്, അതായത് അവൻ മീഡിയ ഫീൽഡിലല്ല നിൽക്കുന്ന, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്തിന് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന ചില ചോദ്യങ്ങളായിരുന്നു വന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഇതിലുണ്ടോ? അതായത് ഇപ്പോ ഈ വീഡിയോ ചെയ്ത് നടക്കുന്ന ചാനലില് ഒരുപാടുണ്ട് ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലേ? വേറെ വേലയില്ല, ഇതെല്ലാം എത്ര അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിലും
നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഫ്യൂച്ചറിൽ ഇപ്പം ഇൻ കേസ് എല്ലാം ഒത്തു വന്ന ഒരു പാർട്ട്ണർ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചോദിച്ചു? അതായത് ഇപ്പൊ അമ്മയായിട്ടാണ് വീഡിയോ കൂടുതൽ ചെയ്യുന്നത്, അപ്പം അതിന് അത് വരണത്ത് വെച്ച് കാണാമെന്നാണോ അത് ജസ്റ്റ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എല്ലാരും ഇൻക്ലൂഡ് ചെയ്ത്? ഇല്ല അതെല്ലാം പെരിയ പ്ലാൻ അല്ലേ. ഒന്നുമില്ല, വരണത്ത് വെച്ച് ആക്കലാം, ആ സെറ്റപ്പിലാണ്. இல்ல இனி அங்க நம்ம അടുത്ത നോക്കി പോകണം അവിടെ ഒരു ഐഡിയ സിനിമ அந்த மாதிரி സിനിമയിൽ ഡയറക്ഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ആണോ? കഥ ഉണ്ടോ കയ്യില്? സീരിയസ്ലി? ஆனா அதுக்கு நல்லா படிக்கணும். எனக்கு இன்னும் நிறைய ஃபுல் டெக்னிக்கலா தெரிஞ்சுட்டு இறங்கணும்னு ஒரு ஆசை உண்டு. அதான் இப்போ இன்னொரு ஓவர் கான்ஃபிடென்ஸ்னு கூட நான் அந்த ராஜு ஆனன்ட்டு சொல்லிட்டு இருப்பேன். எனக்கு ஒரு ஆப்பர்ச்சுனிட்டி ஒன்றும் கிடைக்கலன்னா நானே எனக்கு சொந்தமாக படம் எடுப்பேன் அப்படின்னு. ഇപ്പൊ നിനക്ക് ഓപ്പർച്യൂണിറ്റി അല്ലേ വന്നോണ്ടിരിക്കുന്നത്? இல்ல நமக்கு கிடைக்கல அப்படின்னா நம்ம வந்து നമ്മളെ അത് ഉരുവാക്കണം அப்படின்னு നിனைப்பேன். നിനക്ക് ഇപ്പോഴും വിഷമമുള്ള ഒരു കാര്യം എന്താണ്? കിടക്കാത്ത കാര്യം. അതായത് ഇത്രയും നാൾ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് കിടക്കില്ല, അത് ഞാൻ ട്രൈ പണിട്ടേ ഇറക്കത്. അത് എന്നാ കാര്യം? എനിക്ക് ഇതുവരെ അത് സാധിച്ചിട്ടില്ല, ഞാൻ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. இல்ல எனக்கு எல்லாம் கிடைக்கும், கண்டிப்பா லேட்டா கிடைக்கும், கண்டிப்பா கிடைக்கும். நான் நினைச்சது இப்போ நான் இந்த ஃபீல்டுக்குள்ள அந்த சினிமா இதுக்குள்ள வரைக்கும் நல்லா ஆகிரச்சிട്ടുണ്ട്. ஆனால் அது நடக்குது. அப்போ நம்ம என்னன்னா நீங்கள் என்ன நினைக்கணும்னா, நான் வந்து தமிழ்நாட்டிலேயே ஒரு 2 லேக் இருக்கு, அங்கே சென்னை 2 லேக் இருக்கு. இங்கே இருந்த ஒரு ஆளை அவங்கள கூப்பிட்டு இது பண்ணணும் இல்லை, அது யார் உருவாக்குனது? മനസ്സിലായി. இப்போ அதே போல தான் இங்கேயும் என்ன நீங்கள் விളിக்கணும்னா ഇല്ല, അർജുൻ ബ്രോ ഒരു വീഡിയോയിൽ കണ്ടാണേ നമ്മുടെ കുക്ക് വിത്ത് കോമാളി തന്നെ ബൊറോട്ട അടിക്കണ ഒരു സംഭവം പറഞ്ഞപ്പം നിങ്ങൾ അവിടത്തെ ജഡ്ജ് ആരോ പുള്ളി പറഞ്ഞില്ല, നിങ്ങൾ പണ്ട് പൊറോട്ട ഒക്കെ അടിച്ച് പ്രാക്ടീസ് വെച്ച് കൂലിയില് ട്യൂണൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടല്ലോ, ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞു. അത് ചുമ്മാ നിങ്ങൾ വീഡിയോയിൽ പൊറോട്ട അടിക്കണില്ല, അതാ നിങ്ങൾ പണ്ട് അങ്ങനെ இது கல்யாண வீட்டில் ஹோட்டல் எல்லாம் புரோட்டா அடிச்சிருக்கேன். நான் வேலை பார்த்துட்டேன் ஹோட்டல்ல எல்லாம். എന്തൊക്കെ വേല பார்த்துട്ടുണ്ട്? ഇങ്ങനെ കാറ്ററിംഗ് സർവീസ്, கேட்ரிங் போயிട്ടുണ്ട്, அடுத்து கடையில் நோட்டீஸ் கொடுக்க போயிട്ടുണ്ട്, അടിപൊളി ചർച്ച് പള്ളിയിലെ കപ്പിയാരാ ഇരുന്നിട്ടുണ്ട് 4 വർഷം. അടുത്ത് ഒരുപാട് കാറ്ററിങ് ഒരുപാട് വേറെ പോയിട്ടുണ്ട്. ഇത് താലൂക്ക് ഓഫീസിൽ ടെമ്പററി ആയിട്ട് ആധാർ ഇത് ആ സെറ്റ് അത് വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരുപാട് പേരെ പോയിട്ടുണ്ട്. ഫാമിലിയിൽ ഞാൻ വീഡിയോയിൽ കാണുന്ന അമ്മയും സർജനെയും മാത്രമാണ്. ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. അണ്ണ ഉണ്ട്, അക്ക ഉണ്ട്, അടുത്തപ്പ അപ്പ പലചന കട. അപ്പാടെ കട ഭയങ്കര ബ്രാൻഡിങ് ആയിരുന്നു കേട്ടാ. പേര് നെയിം ബോർഡ് വെച്ചത്, നെയിം ബോർഡ് വെച്ചത് ഭയങ്കര. അത് ഈ ഇടയ്ക്ക് എന്തല്ലേ ഭയങ്കര ഹാപ്പി ആയത്. അത് കട സ്റ്റാർട്ട് പണി 30 வருஷத்துக்கு மேலே இருக்கு, இதுவரைக்கும் கடைக்கு பேர் இல்லை, போர்டு இல்லை. அப்போ நாங்கள் அது போர்டெல்லாம் வச்சு ஒரு பிளாக் மாதிரி செய்து അവിടെ போட்டு ചെറിയ കടടാ, നമ്മുടെ ശിവരാമന്റെ കട പോലെ, சின்ன கடை പലചന കട, ശിവരാമന്റെ കട പോലെ. ബ്രാൻഡിങ് ഒക്കെ വേറെ ഇതൊന്നുമില്ല, അകത്ത് കയറിത്തിട്ട് ഇങ്ങനെ സാധനങ്ങൾ അടുക്കി വെച്ചേക്കും. ചെറിയൊരു കട, രസമാണ്. പക്ഷെ അത് തമിഴ്നാട് എവിടെയാ? അത് എവിടെ കറക്റ്റ്? നാഗർകോവിലെങ്ക? അത് சொல்ல വേണ്ട, കടയിൽ പ്രൊമോഷൻ വേണ്ട, ആൾക്കാർക്ക് വന്ന് സാധനം വാങ്ങിക്കണം. ഒരു ഇവിടെ നിന്ന് എങ്ങനെയാടാ നാട്ടിൽ ഇപ്പൊ നമ്മുടെ മലയാളി ഓഡിയൻസ് കുളുത്തറ നമുക്ക് അരി വാങ്ങിക്കാൻ കൊഴുത്തറ വരെ പോവാം. ഇന്നേക്ക് സർജന്റെ വീട്ടിൽ ഒരു പൊടി എടാ, നീ ഇപ്പൊ നിന്റെ കടയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നിന്നെ തപ്പിയെടുക്കുന്നാണോ നീ വിചാരിച്ചത്? നീ കാണോ? എപ്പോഴും കടയിൽ കാണോ? ഇല്ല ഇല്ല, വന്നത് ഇപ്പൊ പാത്താൻ പോണോ அப்படின்னு. ഞാനൊക്കെ ഭയങ്കര പ്രൗഡ് മൊമെന്റ് എൻ്റെ വാപ്പാടെ കടയൊക്കെ ഞാൻ ഇങ്ങനെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് വ്ളോഗിലൂടെയൊക്കെ. പക്ഷെ അതിൽ വാപ്പടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, മായിൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാനോ. അപ്പൊ പറയും ഇവിടെയാണ്, അടുത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. വീട്ടിൽ ഒരുപാട് വേറെ ഉണ്ടോ? പണ്ട് ലോക്ക്ഡൌൺ സമയത്ത് ഒരു പയ്യൻ ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ അവൻ വന്നിട്ട് ഇടക്കണ്ടിട്ട് നീ എന്ത് നോക്കിയത് പെട്ടെന്ന് അങ്ങോട്ട്? அந்த பையன் எல்லாம் தானே ഇവനെ പോലെ ഇരിക്കും, இந்த மாதிரி ഉങ്ങളുടെ നൻപനെ പോലെ തന്നെ ഒരു ഇത്ര പൊക്കമുള്ള ഒരു പയ്യൻ വന്നിട്ട് ലോക്ക്ഡൌൺ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ, അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവൻ വന്ന് വീട്ടിൽ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് മായും മച്ചാണ്ടോ? അപ്പൊ പറഞ്ഞു മായമച്ചാന് ഉറങ്ങാണല്ലേ. എന്നിട്ട് പടി കയറി അപ്പം പറഞ്ഞു ഉറങ്ങാണ് എന്ന് പറഞ്ഞ്. അപ്പൊ ഉമ്മ മേളെ നിൽക്കുന്നു. അപ്പൊ ഇവൻ ഒരു റോങ് പോലെയൊക്കെ പോകുന്നുണ്ട്. മായമച്ചാൻ ഉറങ്ങാണ്. ആ ഉറങ്ങാണ്, ഗ്രില്ല് ഉറങ്ങും. അകത്ത് പടി വീണ്ടും കയറും. അപ്പൊ ഉമ്മ ബാക്കിലോട്ട് വരും. പറഞ്ഞു മാഹിന് ഉറങ്ങും. അപ്പൊ ഞാൻ ഈ സൗണ്ട്, ഈച്ചയുടെ സൗണ്ട്, അപ്പൊ എന്തോ സാധനം റോങ് അടിച്ച് ഞാൻ എണീറ്റിട്ട് ഞാൻ ഇങ്ങനെ വെളി വന്നപ്പോ ഇവൻ വീട്ടിന്റെ അകത്ത് കയറിയിരിക്കുന്നു. മായമച്ചാൻ മാസ്ക് ഒക്കെ ഉണ്ടോ? മാസ്ക് ഇല്ല മായമച്ചാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ എന്താണ് പ്രശ്നം? അല്ല മച്ചാനെ കാണാൻ വേണ്ടി വന്നത്. അപ്പം ഞാൻ പറഞ്ഞ
പറഞ്ഞല്ലോ അമ്മ ഉറങ്ങാണെന്ന് പറഞ്ഞില്ലേ, ഒരു കാര്യം ചെയ്യും, താഴെ പൊയ്ക്കോ. എനിക്കങ്ങനെ സംസാരിക്കേണ്ടി വന്നു. താഴെ പോയി നിന്നോളാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോകാനല്ലോ, ഞാൻ താഴെ പോയി നിന്നോന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഉമ്മാക്ക് 56 വയസ്സ്, വാപ്പാക്ക് 68 വയസ്സ്. ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൈ നിൽക്കുന്ന കേസല്ല. 1 വയസ്സാണ്. കൊറോണ ഭീകര സീനായി നിൽക്കുന്ന ഡെൽറ്റ വേരിയൻ്റ് എല്ലാം കത്തിയിരിക്കുന്ന ടൈം. ഞാൻ താഴെ പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ താഴെ ഇറങ്ങിപ്പോയി. അവൻ അയ്യടാന്നായിപ്പോയി. കാരണം ഞാൻ എൻ്റെ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ ഒരാൾ അകത്ത് കയറി വന്ന് ഇങ്ങനത്തെ ഒരു സീൻ കാണിക്കുമ്പോൾ ഞാൻ താഴെ പോയി നിൽക്കുന്നത്. എനിക്ക് ദേഷ്യം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ 3 തവണ പറയുന്നുണ്ടായിരുന്നു ഉറങ്ങുകയാണെന്ന്. അവൻ അത് കേൾക്കാതെ കയറി വരുമേൾ വന്നു. അവൻ താഴെ പോയി നിന്നു. ഞാനും താഴെ പോയി നിന്നിട്ട് വീട് എവിടെ മോനെ, ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ ടീഷർട്ടൊക്കെ ഇട്ട് താഴെ പോയിട്ട് വീട് എവിടെയാണ്, വീട് താഴെയാണ്. ഓക്കെ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, വീട് എവിടെ, താഴെയാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അവൻ്റെ വീട്ടിലും ഇതേപോലെ വയസ്സായ ഒരു അമ്മുമ്മയും അപ്പൂപ്പനുമാണ് ഉള്ളത്. അവരാണ് ഇവനെ നോക്കുന്നത്. അമ്മയും അച്ഛനൊക്കെ വെളിയിലവിടെ, ഒറ്റ മോൻ ഇവിടെ നിന്ന് പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ എടുത്തിടട്ടെ, ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ ഇതേപോലെ ഇറങ്ങുന്നത്. വേണ്ട, ഞാൻ ഭയങ്കര ഇത് വന്നിട്ട് കാണാൻ വേണ്ടി വന്നതാണ്, അയ്യോ പുറത്ത് പറയരുത്, അങ്ങനെ സീനാണ്. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലെ അവസ്ഥ കണ്ടല്ലോ, എൻ്റെ അമ്മയെ കണ്ടല്ലോ, അച്ഛനെ കണ്ടല്ലോ, കണ്ട് സോറി, എൻ്റെ തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞു. ശരി, ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്. പക്ഷെ അവൻ അതിനുശേഷം ഭയങ്കര കമ്പനിയായി. അടിപൊളി ഒരു ഫോട്ടോഗ്രാഫറാണ്. അവൻ പല സ്ഥലങ്ങളിലും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും വരാൻ പറ്റുമോ, വരാൻ പറ്റുമോ എന്ന് വെച്ചാൽ അവിടെ ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലും ഒപ്പിച്ചു ഞാൻ ഒപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അതിനുശേഷം ഭയങ്കര ക്ലോസ് ആയി. പക്ഷെ അന്ന് കുറച്ച് വിയേർഡായി തോന്നി. കാരണം ഇവൻ ഇങ്ങനെ പെരുമാറുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ദിവസം ഞാൻ ഈ കൊറോണ ഒന്നും അല്ല, ഒരുപാട് ഞാൻ അങ്ങനെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യം പറയണം. ഞാൻ വീട്ടിൽ പ്ലേ സ്റ്റേഷൻ കളിച്ചോണ്ടിരിക്കുന്ന ടീഷർട്ട് ഇടാതെ ഞാൻ ജട്ടിയോടെ ഇപ്പൊ വീട്ടിൽ അപ്പൊ താളെ നിൽക്കും ഫ്രണ്ടിലെ. അയ്യോ, കണ്ടുപിടിക്കണം. നിന്റെ അഡ്രസ് ഒന്ന് വെച്ചാൽ നമുക്കൊന്ന് കാണാം. നീ ഏ ടൈമിലാണ് ഫുൾ ടൈം ചട്ടി. അപ്പോഴേ ഞാനാണെങ്കിൽ പ്ലേ സ്റ്റേഷൻ കളിച്ചോണ്ടിരിക്കുന്നത്, പെട്ടെന്ന് കഥ തുറന്ന് ഹാപ്പി ബർത്ത്ഡേ ബ്രോ വീഡിയോ. അപ്പൊ ഞാനിങ്ങനെ ബ്രോ എന്തു പറ്റി, ബർത്ത്ഡേ അല്ലേ, നമ്മള് സർപ്രൈസ് കേക്കൊക്കെ ആയിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, വെറുപ്പിക്കാൻ പറ്റുമോ, വീട്ടിൽ പെട്ടെന്ന് കയറി. അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഉമ്മ ഇതെന്ത്. അപ്പൊ ഉമ്മ അതിനുശേഷം പറഞ്ഞു ഞാൻ കണ്ടില്ല, ഉമ്മ കയറി വന്ന് ആരാണ്, ഏതോ 2 പയ്യന്മാര് സബ്സ്ക്രൈബേഴ്സ് ഒരു വീഡിയോ കണ്ടുപിടിച്ച് പറഞ്ഞാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്യും ബ്രോ, വെറുപ്പിക്കാൻ പറ്റുമോ, കേക്ക് ഉണ്ടെന്ന് പാവം. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ വീഡിയോ എടുക്കും, ഞാൻ ഷർട്ട് ഇട്ടേക്കാന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ശരി എന്ന് പറഞ്ഞ് വീണ്ടും ഷർട്ട് ഇട്ട് അഭിനയിച്ച് ഞാൻ എൻ്റെ അവന്മാരെ വീട്ടിൽ ഇരിക്കും പോലെ സാധനം. അപ്പൊ ഞാനാണെങ്കിൽ ഓക്കെ ശരി എന്താ, ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് വീണ്ടും ഹാപ്പി ബർത്ത്ഡേ ബ്രോ, ഓ താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച് ബ്രോ. അയ്യോ നിങ്ങൾ എവിടെ നിന്ന് ഓട് പൊട്ടിച്ചു വന്നാണോ? പറഞ്ഞു ഇല്ല നമ്മൾ വീട് അന്വേഷിച്ച് വന്നാണ് ബ്രോ, കേക്ക് കെട്ടി. പക്ഷെ അവന്മാരോ ആദ്യം ഷർട്ട് ഇടാത്തതിലാണ് കറക്റ്റ് റിയാക്ഷൻ. പക്ഷെ അവന്മാരുടെ റിയാക്ഷൻ, അവന്മാരെ സർപ്രൈസ് തന്നു എന്ന് പറയാൻ. രണ്ടാമത്തേലും അവന്മാര് മെഴുകി പോയി ഒരുമാതിരി ഇങ്ങനെ അത് അഭിനയിക്കണം എങ്ങനെ. പക്ഷെ അതിന് ഞാനാണ് നന്നായിട്ട് അഭിനയിച്ചത്. എന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അന്ന് ആഷിക്കിനൊക്കെ ഞാൻ വിളിച്ചല്ലോ ഇതെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ 2 സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ. പിന്നെ പലരും വാപ്പാടുത്ത് വന്ന് ചോദിക്കാറുണ്ട് വീട് എവിടെയാണ്, നമ്പർ ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞ് പേഴ്സണൽ നമ്പർ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. പിന്നെ പലരും FM വിളിച്ചൊക്കെ ചോദിക്കും ചിലപ്പോൾ പല കാര്യങ്ങളൊക്കെ നമ്പർ പേഴ്സണൽ കാണാൻ വരും. അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളതാണ്. ഇല്ല നമ്മ ഇത് അവോയ്ഡ് ചെയ്തതില്ല. അല്ല നമ്മൾ ഈ വെല്ലടിക്കാതെയും വീട്ടിൻ്റെ അകത്തൊക്കെ കയറി വരുമ്പോഴേ അതിന് ഓരോന്നിനും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നത് പ്രോട്ടോകോൾ ഉണ്ട്. അത് പാലിക്കാതെ പെട്ടെന്ന് കയറി വരുന്ന ടീമുകളാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ഒരു തലവേദനയും വിഷമവും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ ജട്ടി നിന്ന കഥ, ജട്ടിയിൽ നിന്ന ഭയങ്കര സംഭവമാണ്. സർജന നമ്മ വീട്ടിലെ ഫ്രീ എടുത്തവര് വ്ളോഗ് ഒന്നും എടുക്കില്ല, ടക്കുള്ള നീ അവിടെ നിന്നെ കയറി പിടിച്ചോ, നീ അതിനേശമുള്ള സംഭവം പറ. ഓടി വീട്ടിൽ അത് സംഭവം എനിക്ക് തോന്നണേ അമ്മ ഇവനെ കുളിപ്പിച്ചിട്ട് വിട്ടപ്പോ വന്നത്. നമ്മ വീട്ടിലെ ഫ്രീ ആ നിക്കല്ല, നിക്കുമ്പോ ടക്കുണ നിക്കുമ്പോ വഴക്ക് പറഞ്ഞ ഇല്ല എന്നെ ചെയ്യ കൊണ്ടും ചെല്ലൊക്കെ ഉണ്ടാ നിക്കണം. ഓടിപ്പോയി ഒളിച്ചു, പിന്നെ ഇറങ്ങി വന്നില്ല. അടുത്തുണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ചുമ്മാല്ല നീ ചക്കര മണ്ടേ കയറി മറ്റേ മരത്തിൽ ചക്കമരത്തിൽ പ്ലാവിലൊക്കെ കേറിയിട്ടേ മേളിൽ കയറിയിരിക്കുന്ന വീഡിയോ എടുക്കാൻ വന്നിരുന്ന് അത് பார்க்கணும், பார்த்து பேசிட்டு போனோம், அதெல்லாம் ஓகே தான். நிறைய நேரம் இருப்போம், இருந்து பேசிகிட்டே இருப்பணும். நமக்கு இங்கே 1008 தலைவேதனைகள், வேறு நிறைய வேலைகள் இருக்கும்.
நிறைய பிரச்சனை. ஆனா இருந்து ஃபேக்கா நடிச்சிருந்து பார்த்து சிரிச்சு பேசிட்டே இருக்கணும். நீங்க சொன்னீங்க நான் நோ சொல்ல மாட்டேன், இருந்து கேட்டுட்டே இருப்பேன் முடியும். അയ്യോ അത് 2 മണിക്കൂർ 3 മണിക്കൂർ ആരുടെ കളിപ്പായിട്ടില്ല. ഇല്ല ചെയ്ത അവൻ അങ്ങനെ പറയും, ഇങ്ങനെയാണ് മൈൻഡിലും എങ്ങനെയാ എന്നൊരു സർജന്റെ ഒറിജിനൽ പേഷ്യൻസ് മുഖ്യമായ നേരെ പേഷ്യൻസ് എനിക്ക് ചില കുറവാണ് കേട്ടാ. ചില സമയങ്ങളിൽ ഞാൻ ടെമ്പർ പൊട്ടി ഞാൻ ഉള്ള പോലെ പറയും. പക്ഷെ ഒരുത്തൻ്റെ കഥ ഇരുന്ന് ഞാൻ മൊത്തം ഇരുന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഫേമസ് സെലിബ്രിറ്റി ബിഗ് ബോസ് താരം അവൻ എന്നെ വിളിച്ചിട്ട് സിനിമാ കഥ പറയാണ്. 1.5 മണിക്കൂർ 2 മണിക്കൂർ ആ സിനിമാ കഥ ഉണ്ടായിരുന്നു. എന്റെ പള്ളി. അവനും ഞാനുമാണ് അതിൽ മെയിൻ നായകന്മാര് സിനിമ. പക്ഷെ എനിക്ക് കഥ ഇഷ്ടപ്പെടാനില്ല, വെക്കുന്നുമില്ല. എത്രയെന്ന് പറഞ്ഞ സർജനെ കേൾക്കും. ഞാൻ മൈൻഡിന് ഞാൻ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് വെച്ചിട്ട് പോടാ പറയണോ അതോ വേറെ എന്തെങ്കിലും പറയണോ. അപ്പൊ അങ്ങനത്തെ മൈൻഡിൽ കൂടെ ഒക്കെ പോയ ഒരു മൊമെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ പേഷ്യന്റോടെ ഇരുന്ന് കേട്ട് അന്ന് പേഷ്യന്റ് ആയി ശരിക്കും. ഞാൻ നമ്മൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പലരും ഈ വിട്ടോറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം ഞാൻ പല സെലിബ്രിറ്റീസിന്റെ വളർച്ച കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഫ്രീഡം എടുത്തിട്ടായിരിക്കും അവിടെ സംസാരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ല കുക്ക് വിത്ത് കോമാളിയിൽ പോകും. അപ്പൊ സിനിമാ നടന്മാര് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലർ മാത്രം. അപ്പൊ അതോടെ ഞാൻ നിർത്തിയാൽ ഡിസ്റ്റർബ് ചെയ്യുന്ന നമ്മളൊരു പരിധിയുണ്ട്. എത്ര പേര് നമ്മളടുത്ത് അന്വേഷണം പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര എടുത്ത് ചെന്ന് പറയും ഇതേപോലെ രാഹുൽ ശശികല എല്ലാം അന്വേഷണമായിട്ട് പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് എടുത്ത് പറയാൻ പറ്റില്ല. ആദ്യമൊക്കെ പറയാറുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു സെലിബ്രിറ്റി വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോൾ അതിന് വേറെ ജോലിയില്ലേ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ആരാണ് ഡൗൺ ആവുന്നത്? ഞാനാണ് ഡൗൺ ആവുന്നത്. കാരണം ഞാൻ എന്തിനാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുക. ഇതൊരു വ്ളോഗറോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, പണ്ട് നടന്നൊരു ഇഷ്യൂ ആണ്. അതിനുശേഷം ഞാൻ ആരെയും ഞാൻ പഠിച്ച കാര്യം പറഞ്ഞത് സ്ട്രേഞ്ചർ ആണോ അത് നോർമൽ അന്വേഷിക്കാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. കോളേജ് വീഡിയോ ഒരു വിഷ് വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരു സിനിമാ നടൻ്റെ അടുത്ത് ആ സിനിമാ നടൻ ഫ്രണ്ടാണ്. നമുക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട് ഇതുവഴി. ഞാൻ ആ സിനിമ നടനെ ഒരിക്കലും കുറ്റം പറയില്ല. അവൻ പല സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സീനായിരിക്കും. ഇതിന്റെ ഇടയിലായിരിക്കും ഞാൻ ചെന്നിട്ട് ഒരു വിഷ് വീഡിയോ മനസ്സിൽ സർജൻ നേരത്തെ പറഞ്ഞ സീനില്ലേ, സർജൻ ഡിപ്രഷൻ അടിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ വിളിച്ചത് സർജനെ ഒരു ഹാപ്പി വീഡിയോ എന്റെ മോക്ക് വേണ്ടിയിട്ട് ഒന്ന് എടുത്തിട്ട് എന്നെ വീഡിയോ ഹായ് മോളു എന്ന് പറയുന്നത്. അത് വളരെ മോശമാണ്. അവന്റെ സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഞാൻ ആ പ്രായത്തിൽ അത്രയും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഫ്രണ്ടല്ലേ കുഴപ്പമില്ല, ആ സെലിബ്രിറ്റി എന്റെ ഫ്രണ്ടല്ലേ, ഫോൺ എടുക്കുന്നു ഞാൻ സംസാരിക്കണം. കോളേജിലൊരു വിഷ് വീഡിയോ, അതിന് വേറെ ജോലിയില്ലേ? വേറെ ജോലിയുണ്ട്. അപ്പൊ ആ ജോലി ചെയ്യും, നന്നായിട്ട് ചെയ്യേ. ഓക്കെ ശരി. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ ബാക്കി അതിന് വേറെ ജോലിയില്ലേ? പൈസ തന്നിട്ടുണ്ട് ആ കോളേജിന് വേണ്ടിയിട്ട്? ഇല്ല തന്നിട്ടില്ല. പിന്നെ എന്താണ്? ഇല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ ശരി. ഇതുപോലെ 2 സ്ഥലങ്ങളിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ശേഷം അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? എന്റെ അടുത്ത് പറയാനുണ്ടോ? പറഞ്ഞു. എന്റെ അടുത്ത് നമ്മളടുത്ത് തന്നെ ആവശ്യം. മറ്റുള്ളവരുടെ അടുത്ത് സർജന്റെ അടുത്തൊന്ന് പറയണേ. ഞാൻ എന്ത് പോയി പറയണേ? ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യണം സർജനെ, മെയിൽ വഴിയോ കോണ്ടാക്ട് വഴിയോ സർജന്റെ എന്തെങ്കിലും. അല്ല സർജന്റെ അടുത്ത് എന്നിട്ട് ഇവര് പറയണേ അമ്പലത്തിലൊരു ഉദ്ഘാടനം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലത്ത് ഈ കട ഉദ്ഘാടനം ഉണ്ട്, ഒന്ന് പറയാമോ പ്ലീസ്? മായിമച്ചാന്റെ ഫ്രണ്ട് അല്ലേ, ഞാൻ എത്രയെന്ന് പറഞ്ഞ് ചെന്ന് പറയും. എൻ്റെ അടുത്ത് ഒരു യൂട്ടിലൈസേഷൻ പോലെ ആയിപ്പോല്ലേ ഫ്രണ്ട്ഷിപ്പിന്. അത് അങ്ങനെ ചെയ്യരുത്. ഞാൻ അങ്ങനെ നിൽക്കില്ല ഒരു പരിപാടിക്ക്. സർജൻ സാധാരണ അപ്പൊ സർജന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. നല്ല ഹാപ്പി ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ആരും അറിയുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഒരു സെലിബ്രിറ്റി ലൈഫ് അല്ലെങ്കിൽ ഒരു വ്ളോഗർ എന്ന നിലയ്ക്ക് കയറുമ്പോൾ കുറെ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് 5 മെസ്സേജ് വന്നുകൊണ്ടിരുന്ന ഭാഗത്ത് 5000 മെസ്സേജുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ? എന്നൊക്കെ കൊടുക്കാറുണ്ടോ? ഇപ്പൊ മാസ്ക് വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് പല പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ അത് ജാടാന്ന് പലരും വിചാരിക്കും. എന്തുകൊണ്ട് മാസ്ക് വെക്കുന്നു? അത് കൂടെ ഉണ്ട്. ഇപ്പൊ ഒരു 6-7 മാസத்துக்கு முன்ன ஒரு பையன் நான் வந்து ஒரு கடையில் அப்படியே வெளியில இறங்கினேன். அப்போ மாஸ்க் போடல. அப்படி பைக் ஓட்டி மெயின் ரோட்ல பைக் ஓட்டிட்டே போறேன். சர்ஜனே அப்படி ஒரு கை காட்டிலே போறேன். ஒரு ஸ்விஃப்ட்ல அடிச்சு அப்படி ஃப்ரண்ட்ல സീനടേ. அது யாரு என்ன மேல தப்பு? அது നിന്റെ മേലെ തപ്പില്ലല്ലോ. ஐ மீன் அவன் நால மாஸ்க் உன்னடா மறையாதுன்னு அவன் என்ன பார்த்துருக்க மாட்டான்ல. நான் அதெல்லாம் மறந்து. இதே மாதிரி நிறைய இன்சிடென்ட் நடந்திருக்கு. அந்த வண்டி தட்டிய இது மாதிரி விட்ட நிறைய இன்சிடென்ட் நடந்திருக்கு. இன்னொரு பையன் அப்படிதான்
பைக்கில் போயிட்டு இருக்கும்போது வந்து கை காட்டிட்டு போய் ஒரு ஸ்லாப் போல இருந்து அது இடிச்சு அப்படியே விழுந்திருந்தேன். അപ്പൊ ഇവന്റെ അടുത്ത് കൈ കാണിക്കരുത് കേട്ടോ. അവര് அந்த കണ്ട ഇതിൽ വന്ന് എവിടെ കാട്ടിന് അവിടെ പോകുന്നു. നമ്മള് പോഡ്കാസ്റ്റിന്റെ ഇടയിൽ ഹൈ എന്ന് വല്ലതും പറഞ്ഞു? ഇല്ല പേടിയാ വന്നു. ഇത് ഇറങ്ങുമോ? റെക്കോർഡഡ് ആണോ? കൈക്കണ്ണനാണ് കേട്ടോ, കൈക്കണ്ണനാണ്. അവയത് കണ്ട ഇതിൽ അടുത്ത് ഇവരെ കാണാനേ അടുത്ത നെക്സ്റ്റ് ടൈം പോടാ അതോ അതിന് പ്രശ്നമില്ലല്ലേ. அடுத்து சில இந்த கிறிஸ்மஸுக்கு எங்கள் ஊரில் ஒரு ஈவெண்ட் டிஜே பார்ட்டி இந்த மாதிரிலாம் நடக்கும் எங்கள் இடத்துல. அப்போ வந்து ஒரு கூட்டத்தில் போனேன், மாஸ்க் இடாத ஒருத்தன் களத்தை பிடிச்சி இப்படி நிற்க வச்சிருக்கேன், ஒருத்தன் காலை பிடிச்சி இழுத்து வச்சிருக்கேன். ஓ விடுங்க அடுத்து கூட உள்ள அவரும் கண்ட அந்த பருவத்தில் ஒருத்தன் முட்டியை பிடிச்சி வச்சிருக்கேன். அப்படி சர்ஜன் இப்படி ஒருத்தன் காலை பிடிச்சி இழுத்து வச்சிருக்கேன். 3 பேர். எங்க எந்த ஏரியாலடா இது? எங்க பீச் சைடு பக்கம். അടുത്ത് കൂടെയുള്ള പയ്യന്മാരെ പിടിച്ച് ഇളുത്ത് വരച്ച് കൊണ്ടുപോയി ചട്ടയൊക്കെ കിളഞ്ച്. നിങ്ങൾ പറ ഗൈസ്, ഇപ്പൊ ഒരു സെലിബ്രിറ്റി ലൈഫിൽ എന്തുകൊണ്ട് അവരെ ഇങ്ങനെ ചില സമയങ്ങളിൽ അവരെ പ്രൊവോക്ക് ആവുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്യാമറകളൊക്കെ ആയിട്ട് മുന്നിൽ വന്ന് കുറെ പേര് വന്ന് നിന്നിട്ടുണ്ട്, ഇതേപോലെ മറ്റേ പാപ്പരാസികളെ പോലെ. ഓൺലൈൻ മീഡിയാസ് ക്യാമറമാനെ പുരിയത് മൊബൈലൊക്കെ ഇങ്ങനെ വെച്ച് ഫ്രണ്ടില് അങ്ങനത്തെ മാതിരി അത് നമുക്ക് ഏരിയയില് ഇല്ല, തുടങ്ങിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞവന്മാരൊക്കെ ആனா ഇങ്ങ കാർത്തിക് സൂര്യാണ് കേരളത്തിൽ വരുമ്പോ എടുത്തു அந்த மாதிரி ആൾക്കാർ. പിന്നെ വേറെ ഇൻസിഡന്റ് കൊള്ളാം, നിന്റെ ഇൻസിഡൻസ് ഒക്കെ കൊള്ളാം. അങ്ങനെ 5 പേര് മരിച്ചു അല്ലേ? ഹോസ്പിറ്റലൊക്കെ നീ തന്നെ അടുത്ത് ചെലവ് മൊത്തം നീയാണോ നോക്കുന്നത്? ജീവൻ വേണേ എന്റെ അടുത്ത് കൈ കാണിക്കല്ലേ, പറഞ്ഞേക്കാം. പിന്നെ ഇന്നും വേറെ നിറയെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആனா நான் ഇതൊന്നും വെളിയില ഷെയർ பண்ணதில்ல. മതിലേടി പൊക്കിയതാണോ? മതിൽ ചാടി പൊക്കിയത് எப்படின்னா இதனால குறை நல்ல காரியம் நடந்துட்டு இந்த ஃபேம் வச்சுள்ளது. என்னன்னா நான் ஒரு நாள் பைக்கில் இதெல்லாம் நான் எங்கேயுமே சொன்னதில்லை. என்னன்னா நம்மளே பொக்கி அடிச்ச மாதிரி இருக்கு அப்படின்னு நான் ஒரு இடத்துல சொல்ல மாட்டேன். அப்படி விட்டு அப்போ இதில் சொல்லல. ஓகே, அப்போ வந்து பைக்கில் போயிட்டு இருக்கும்போது ஒரு பையன் விழுந்து கிடக்கேன். அவனுக்கு வந்து எப்படியும் ஒரு ஸ்கூல் படிக்க போய் விழுந்து கிடக்கப்ப ஒரு பையன் ரோட்டில் விழுந்து கிடக்க காணாமல் இந்த மாதிரி வெள்ளம் அடிச்சுட்டு வலிச்சுட்டு விழுந்து கிடக்க நினச்சி. அப்போ நான் போயாச்சு போயிட்டு திரும்பவும் சரி பார்ப்போம் நம்மளை போல ஒருத்தர். நான் திரும்ப வந்து அவனை தட்டி எழுப்பும்போது அண்ணா நான் சாவுவோம் போல இருக்கேண்ணா, ஏன்னா வெள்ளந்தான்னு. ஆனால் நிறைய ஆளும் சைடோடு நடந்து போகணும், யாருமே அவனை கவனிக்கவே இல்லை, யாரும் அவனை வந்து பார்க்கவே இல்லை. அப்போ நான் அவனுக்கு என்ன ஆச்சுன்னு, நான் காலையில் இருந்தே ஒன்றும் சாப்பிடலை, எனக்கு ஒரு மாதிரி ஒப்புறானாகி விழுந்தேன், நான் சாவும் போல இருக்கேன், என்ன ஹாஸ்பிட்டலுக்கு கூட்டணும். அப்போ வந்து நான் வந்து உடனே ஆம்புலன்ஸு கால் பண்ணி இவ்வளோ நிறைய ஆள் வந்து எனக்கு சாய குடிச்சு நிற்கிறேன், இல்லை எல்லாரோட பார்த்துட்டு யாருமே அவனை தூக்கலை. அப்போ நான் ஹெல்மெட்டு போட்டிருக்கேன், அவனுக்கு தெரியாது நான் தான் தூக்கினவனு தெரியாது அவனுக்கு. அப்போ ஹெல்மெட்டு உடனே அவனை ஆம்புலன்ஸில் கொண்டு போய் உள்ளே கொண்டு போனேன். அப்புறம் நீ ஹெல்மெட் வரீங்க? அப்போ உள்ளேயும் ஹெல்மெட் போட்டிருக்கேன். அப்போ அங்கே உள்ளே நிற்க டாக்டர் வந்து பார்த்துட்டு நீ சர்ஜன் தானே அப்படின்னு கண்ணை பார்த்துக்கணும், சர்ஜன் தான். ஓ இப்போ சமூக பணி தொடங்கியாச்சா அப்படின்னு. உடனே இல்லை இந்த பையனை தூக்க விட்டுருந்தேன், சாவும் எனக்கு என்னை காப்பாற்றுன்னு கேட்டேன். அந்த மாதிரி ஒரு இன்சிடென்ட் நடந்திருக்கு. அவன் அதுக்கு மேலே ரியலைஸ் பண்ண அடுத்து நான் சொன்னேன் சர்ஜன், அடுத்து அவங்க வந்து நீ போ நாங்கள் என்ன பார்த்துக்க அப்படின்னு ஹாஸ்பிட்டலில் பார்த்துனோம். இதே மாதிரி இன்னொரு இன்சிடென்ட் நடந்து ஒரு பைக்கில் வந்து 3 பேர், ஒரு அம்மா ஒரு பையன் ஒரு பொண்ணு இன்னொரு பையன் 3 பேர் வச்சு போயிட்டுருக்கேன். அப்போ வந்து ஒரு ஹாஸ்பிட்டலில், நான் இந்த ஹாஸ்பிட்டல் அப்படின்லாம் சொல்லலை, ஒரு ஹாஸ்பிட்டலுக்கு முன்ன ஒரு ஹம்ப் இருக்குது, அதில் வந்து பைக் ஏற்றம் வந்து அந்த அம்மாவுக்கு வந்து ஃபோன் வந்து அவங்க வந்து ஃபோன் எடுக்க வந்து ஹம்பில் ஏற்றம் அவைய அப்படியே திரும்ப பேக்கில் விழுந்துனேன். ஓஹோ ஐயோ. அப்போ வந்து வண்டி இதெல்லாம் அப்படியே நிற்கி நேரே ஒரு ஹாஸ்பிட்டலில் செக்யூரிட்டி நிற்கும், எல்லோரும் நிற்கணும், யாருமே இவ்வளோ தூக்கல. அப்போ நான் போய் ஓடி இவ்வளோ தூக்கி கிட்ட ஒரு சாய கடை இருக்கு, அவங்களும் பார்த்துட்டு இருக்கேன், பிடிச்சி வெள்ளம் கொடுத்தேன். அப்போ நான் மாஸ்க் எல்லாம் போட்டிருக்கு. அப்போ நான் மாஸ்க்கை உருவிண்டு ஹாஸ்பிட்டலுக்காரன்ட்ட வந்து என்ன நான் அப்படி கட்டணும்னா சர்ஜன் அப்படின்னா உடனே ஸ்ட்ரக்சர் வந்து உடனே உள்ள கொண்டு வச்சு. ഫെയിമിന്റെ ഒരു അഡ്വാൻറ്റേജ് അത്. ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. എല്ലാം ഈ കേട്ടതൊക്കെ ഹോസ്പിറ്റൽ സ്റ്റോറിയാണ് നമ്മള്. ഇതിനൊരു കുറച്ച് ഡാർക്ക് ഹോസ്പിറ്റൽ സ്റ്റോറി. പക്ഷേ അത് ഭയങ്കര ശരിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഭയങ്കര ട്രീറ്റ്മെന്റ്. കാരണം നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മളെ തിരിച്ചറിയുന്ന ആൾക്കാർ, ഡോക്ടർമാരായാലും
പ്രാങ്ക് ഒന്നുമില്ല. പക്ഷെ അവർ നമ്മളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യും. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് ഒക്കെ ഫെയിം വെച്ചിട്ട് ഒരു നമുക്ക് നിറയെ നല്ല കാര്യങ്ങളും നടത്താൻ മുടിയും. മെസ്സേജുകൾ വരുമ്പോൾ റിപ്ലൈ തരാതിരിക്കുമ്പോ ഈ പിന്നെ വരുന്ന മെസ്സേജുകൾക്ക് എന്തായിരിക്കും? റിപ്ലൈ കൊടുക്കാൻ പുറമെ തള്ളക്കൊള്ളിയായിരിക്കും. ഇഷ്ടத்துக்கு അപ്പൊ ഒരുമാതിരി ഹേർട്ട് ആവും. പക്ഷെ ഇപ്പൊ എങ്ങനെ റിപ്ലൈ കൊടുക്കില്ല. റിപ്ലൈ കൊടുക്കൂലാണ് കൊടുത്താലാണ് തിരിച്ചു കിട്ടണത്. ഇല്ല കൊടുക്കാതെ അല്ല, നേരത്തെ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ തള്ളക്ക് വിളിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ കൊടുക്കാറില്ല. കാരണം ഇഷ്ടം പോലെ മെസ്സേജസ് വരെയല്ലേ. പിന്നെ ചിലരിപ്പം ഭയങ്കര ഇത് കാണുന്നതെന്ന് വെച്ചാൽ കൂടുതലും കാണുന്നത് ചേട്ടാ ഒരു 35,000 കുറച്ച് 35,000 50,000 തരുവോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഒക്കെ. அது நான் வேலைக்கு போய் 1 மாசம் ஆகுது. ஒரு 5,000 ரூபா அக்கௌண்ட்ல போட்டு நம்பர் தான், கூகுள் பே நம்பர் தான் തരാണ്. അവര് മാമന്റെ മോനെ പോലെ போட்டு நான் போட்டு விட പൈസ போட்டு நானே பிச்சை. അവന് യൂട്യൂബിൽ നിന്ന് 3 മാസത്തിൽ ഒരിക്കലും 35,000 അല്ല. അങ്ങനത്തെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ആൾക്കാർ വന്ന് നമ്പറും തരാണ്. ഗൂഗിൾ പേയിൽ വേറൊരു അത്യാവശ്യം എനിക്ക് മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് തരുമോ? ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. മന്തി കഴിക്കാൻ പൈസ തരുമോ എന്നൊക്കെ ചോദിച്ചു. இல்ல அடுத்து பின்ன ஒரு இது உண்டு. அப்படின்னா இது வந்து ஆளு வந்து எப்படி எடுப்பணும் அப்படின்லாம் எனக்கு தெரியாது. இருந்தாலும் நான் சொல்லுவேன், இப்போ ஒரு ஆளுக்கு வந்து உடம்பு சரியில்லை இருக்கு, அதுக்கு நீங்க இந்த வீடிയോ போடணும்னு அப்படி ഒരു கான்செப்ட் വന്നിരിക്കാൻ പക്ഷെ എന്താ പറയുമ്പോ എനിക്കൊരു വിഷമാകുമ്പോ ഞാനങ്ങ് ഇട്ട് കൊടുക്കണം. കാരണം അത് இல்லை. ஓகே, நான் ஒரு இன்சிடென்ட் சொல்லுவேன். அப்போ எங்க ஊர்ல ஒரு பையனுக்கு வந்து இந்த மாதிரி உடம்பு சரியில்லாமல், அப்போ நான் ஒரு வீடியோ பண்ணி கொடுத்தேன். அவங்களுக்கு வந்து 3 lakh 4 lakh இதுக்கு மேலே கிடச்சி அந்த ஒரு இதில் வந்து அவங்க சொன்ன ஒரு 2-3 வீக்ஸில். அதுக்கு அப்புறம் இவ்வளோ கிடச்சுன்னா தெரியாது. அப்போ அதுக்கு பிறகு என்ன தெரியுமா, இவனைங்களை வெள்ளம் அடிச்சுட்டு வண்டியில் இடிச்சு விழுந்து கிடப்பான். மற்றவங்க விழுந்து கிடக்க வந்து ஒரு வீடியோ எடுத்து போடணும். இது போல ஒருவாடு வந்துட்டு அடுத்து ஏன் நீ அவில மட்டும் போட்டுருக்க எங்களுக்கு போடல இந்த மாதிரி வருது. அதுக்கப்புறம் மனசாச்சுல அப்போ நான் இல்லை இதுவும் பண்ணக்கூடாது அப்படின்னு. எனக்கு இஷ்டம் தான். ஆனால் இது பண்ண இன்னொன்று என்னென்னா, எனக்கு ஃபீல்டில் வந்து நான் உங்களை என்டர்டெயின் பண்ணணும், அதுக்காக நான் முயற்சிக்கேன். அந்த இடத்துல வந்து ஐயோ இதை பார்க்கும்போது நம்மளை ஸ்கிப் பண்ணதுக்கு நிறைய வாய்ப்பு இருக்கு இல்லையா? അങ്ങനെ ഉണ്ടാവും. ஐயோ இது வேண்டாம் அப்படின்னு. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ട് ബ്രോഡ ചാനലിൽ, മറ്റേ ഈ 3 ലക്ഷം രൂപ തരാൻ പുറത്തോട്ട് പോകുന്നതിൻ്റെ ഒക്കെ. അപ്പോൾ കന്യാകുമാരി പോലീസുമായിട്ട് വീഡിയോ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം നടന്നപ്പോൾ ഇട്ടാണോ അങ്ങനെ ഒരു സംഭവം? இல்ல അത് அவங்க டிபார்ட்மெண்ட்டே கூப்பிட்டு இந்த மாதிரி பண்ணது പോലീസ്. എനിക്കൊരു ദിവസം മെസ്സേജ് വന്നു, കേരള പോലീസ് മെസ്സേജ്. ഞാൻ പറഞ്ഞിരുന്ന രാത്രി 1 മണിക്ക് ഹായ്. ഞാൻ തേഞ്ഞ് നാളെ അറസ്റ്റ് എനിക്ക് ഹായ്. അപ്പൊ ഞാൻ ഹായ് ഉണ്ട്. നമുക്ക് ഇതേപോലെ നമുക്ക് തെരിയില്ല, ഒരുപാട് പേര് മെസ്സേജ് അയക്കും. അപ്പൊ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ നമ്മൾ മാക്സിമം കൊടുക്കാറുണ്ട്. എന്നാലും കുറെ പെൻഡിങ് കാണും, തള്ളക്കി വിളി കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ദിവസം നിൽക്കുമ്പം കേരള പോലീസ് തിളങ്ങിയിരിക്കുന്നു എൻ്റെ റിക്വസ്റ്റിൽ ഹായ്. കേരള പോലീസ് ഹായ് 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹായ് അയച്ചാൽ റെസ്പെക്ട് പോവോ? എനിക്ക് ടെൻഷനായി. ഞാൻ എടുത്തു വെച്ചിട്ട് ഹായ് സാർ എന്ന് പറഞ്ഞ അയച്ചു. അപ്പോഴത്തേക്കും തിരിച്ച് നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന രീതിയിൽ എന്തോ ഒരു മെസ്സേജ്. ഇതാണ് കേരള പോലീസ്. ഹായ് അല്ല കേട്ടോ, ഹലോ ഹലോ. അപ്പം ഞാൻ ഹായ് സാർ, ഇത് കേരള പോലീസിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ്. ഇതുവഴി പരാതികൾ സ്വീകരിക്കാൻ കഴിയില്ല. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് 112 ഡയൽ ചെയ്യാം. മറ്റു പരാതികൾ ഓൺലൈനായിട്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് ഹൈ അയച്ചു പോകുമ്പോൾ എനിക്ക് തന്ന മെസ്സേജാണ്, ഓട്ടോമാറ്റിക് മെസ്സേജ്. അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ചു, ഇതെന്തിനു എനിക്കിങ്ങനെ ഇങ്ങനെയെന്നല്ല. അപ്പോഴത്തേക്കും തൊട്ട് താഴെ മെസ്സേജ്, ബോധവൽക്കരണ കോണ്ടന്റുകൾ ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ വേറെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. ഇത് പ്രാങ്ക് ചെയ്ത് നമ്മൾ സാധാരണ പ്രാങ്ക് ചെയ്തിട്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇട്ടോട്ടെ എന്നൊക്കെ. പക്ഷേ അങ്ങനെ പ്രശ്നം വരാനും സാധ്യത. പക്ഷേ ബോധവൽക്കരണ കണ്ടന്റുകൾ ചെയ്യാനും അത് പ്രചരിപ്പിക്കും. അപ്പോൾ ഏതോ ഒരു കണ്ടന്റ് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെയല്ല, ഓക്കെ പ്രാങ്ക് കാര്യമാണോ സാർ പറയുന്നത് എന്ന് ചോദിച്ചു. പ്ലീസ് ഷെയർ യുവർ കോണ്ടാക്ട്. ഞാൻ നാളെ ജയിലില്. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്ലീസ് ഷെയർ യുവർ കോണ്ടാക്ട് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന കണ്ടന്റ് ആണോ, വിൽ ഡിസ്കസ് ടുമാറോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ സ്റ്റൈലിൽ ബട്ട് ഏതെങ്കിലും ടോപ്പിക്കിൽ ഒരു ബോധവൽക്കരണം.
ഓക്കെ. ഓ അവർ പക്ഷെ കേരള പോലീസിന്റെ കുറെ അടിപൊളി സൂപ്പർ വീഡിയോസ് ഉണ്ട്. അവര് കുറെ കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്നെ വെച്ച് ടൈപ്പ് ചെയ്ത് ഒരു കണ്ടന്റ് ചെയ്യണം. അത് എന്തെങ്കിലും ഞാൻ ഒരു ദിവസം ചെയ്യും. ഇപ്പൊ സർജൻ ചെയ്തില്ല നമ്മൾ, ഞാനൊരു കണ്ടന്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് ടൈപ്പ് ചെയ്ത്, മനസ്സിലായല്ലേ? അപ്പൊ അങ്ങനെ പക്ഷെ എനിക്ക് ആ വീഡിയോ നല്ല റീച്ച് ആയത്. ആണല്ലേ? നല്ല റീച്ച് ആയി. മലയാള സിനിമയെന്നൊക്കെ കോളൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അഭിനയിക്കത്തുണ്ട്? ഇല്ല കഥ കൊള്ളൂല. ഇല്ല ഇല്ല ഇല്ല, വരും, കമ്മിങ് സൂൺ. അവന് ഇഷ്ടമായില്ല. എല്ലാം പണി വെച്ചിരിക്കേ. ഇനിതാ ഇനിതാ നീ എന്നടാ പണി വെച്ചിരിക്കുന്നത്? അന്ത കൂടോത്ര നമുക്ക് കൂടെ இல்ல இல்ல நம்ம இந்த வீடியோ போடியதை பார்த்த இഷ്ടപ്പെട്ടു. അമ്മ ഇതുവരെ സിനിമയിലൊന്നും വിളിച്ചില്ല. இந்த கலைஞர் சினிமாவில் உண்டு, தலைவர் தம்பி தலைமையில் அதில் உண்டு. ஒரு சின்ன ரோல் ഉണ്ട് അമ്മയ്ക്ക്. അമ്മയും മോനും കൂടെ ആണല്ലോ വിളിച്ചത്. ഇനി വേറെ വല്ലതും കമ്മിറ്റ് ആയോ? അമ്മയ്ക്ക് വല്ലതും കോൾ വല്ലതും വന്നോ? കേട്ടിருக்கு நிறைய. പാപ്പം என்ன നടക്കുന്നത്? അപ്പ എങ്ങനെ ഭയങ്കര സപ്പോർട്ടാ? ദേശീയക്കാരനാ? ഒരു റിയാക്ഷനും ഇല്ല. அப்படின்னா நல்லா இருக்குன்னு சொல்ல ஃபர்ஸ்ட்ல அவருக்கு விருப்பம் இல்லை. அடுத்து நிறைய பேர் வந்து கடையெல்லாம் வந்து கேட்பேன், மோய் சர்ஜன் அப்படின்னு கேட்கும் போது அவருக்கு வந்து ഒരു ചാക്കരിക്ക് വരെ 3 ചാക്ക. ഈ സിനിമ എല്ലാം ഡയറക്റ്റ് ഓഡിഷൻ എല്ലാം ഉണ്ടാ? നിങ്ങൾ ഇപ്പൊ 2-3 പടത്തിൽ അഭിനയിച്ച് എല്ലാം ഓഡിഷൻ ചെയ്താണ് എടുക്കുന്നത്? ഇല്ല, എന്നെ ഡയറക്റ്റ് വിളിച്ചു തന്നെ. അല്ലെ വേറെ ഒന്നും നോക്കൂല? സർജൻ, നമുക്ക് സർജൻ എങ്ങനെയാണ്? സർജൻ അതിനകത്ത് വേണം. ആണ്, അങ്ങനെ തന്നെ വിളിച്ചിട്ടുള്ളത്. ഇത് കുക്ക് വിത്ത് കോമാളിയിലും ഓഡിഷൻ ചെയ്തില്ല എന്നെ. അവര് പറഞ്ഞ് എല്ലാരും ഓഡിഷൻ ചെയ്ത് തന്നെ എടുക്കും. ആണോ? എന്നെ അതിനു മുമ്പ് ഞാൻ കുക്ക് വിത്ത് കോമാളി ഷോയെ കണ്ടിട്ടില്ല. കുക്ക് വിത്ത് കോമാളി എന്താണെന്ന് പോലും കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞ അവരോട് ചെന്നിട്ട് ഞാൻ ഏത് ഷോ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. അതിലായിരിക്കും നിന്റെ അടുത്ത് ദേഷ്യം. അവർക്ക് പിന്നെ ഇഷ്ടപ്പെടും. അവരിന്ന് അപ്പൊ ഇരിക്കട്ടെ, ഫ്രഷ് ആയിട്ടിരിക്കട്ടെ, അറിയാതിരിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ആ സമയത്ത് ഏറ്റവും ട്രെൻഡിങ് അറിയില്ല മറ്റേതല്ലേ ബ്രോ, ഇറച്ചി പൊരിച്ചത്. ഇറച്ചി അവർക്ക് അത് അറിഞ്ഞൂടാ. ഇറച്ചി പ്രോപ്പർ തമിഴ് വേർഡാണ് ഇറച്ചി. ഇറച്ചി ഇറച്ചി ശരിക്കും മലയാളം വേർഡ് അല്ല. ഇല്ല ഇല്ല, തമിഴ് വേർഡാണ്. തമിഴ് വേർഡ്. നമ്മളുടെ അതാ ഞാൻ പറഞ്ഞില്ല ആദ്യം, നിങ്ങളാണ് നല്ല പ്യൂർ തമിഴ് വേർഡൊക്കെ നിങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഈ ഏതെങ്കിലും കഥയൊക്കെ ഡയറക്ടർമാര് കൊറേ പറഞ്ഞാണോ ചാൻസ് ഉണ്ട്? ചില പറഞ്ഞതില് റിജക്റ്റ് ആയി പോയ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല, അങ്ങനെ വന്നില്ല. മറ്റു സാധാ പടങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. മറ്റു തവണ മറിച്ച നമ്മൾ അങ്ങനെ എടുക്കണേ, അതൊക്കെ അറിയാം നമ്മൾ. ഏതോ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടിരുന്നപ്പോ ഡ്രോപ്പ് ആയി പോയൊരു സംഭവം അത് നടക്കും. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇത് നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എപ്പോ പറഞ്ഞു? ആണോ? കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് ഒന്ന് പറഞ്ഞില്ലേ ഞാൻ? ആണോ? അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. വേണ്ട വേണ്ട വേണ്ട, അതായ പടം ആയാ? അത് പ്രോസസിങ് നെക്സ്റ്റ് ഇയറാ? നെക്സ്റ്റ് ഇയർ. അത് ഡ്രോപ്പ് ആയി പോയ സാധനമാണ്. അടുത്തൊക്കെ ഇനി സിനിമയെ കാണാല്ലേ? എന്നിട്ട് ഞാൻ പറയും, ഞാൻ പോഡ്കാസ്റ്റർ സർജൻ. പക്ഷെ എനിക്ക് ഇതുള്ളത്, അവൻ ഡയറക്റ്റ് ചെയ്യുമ്പോ എനിക്കൊരു ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും മച്ചാനെ, ഞാൻ എന്തായാലും ചെയ്യും പടം. അപ്പം മറ്റേ സിനിമ നടനായി ആയിക്കഴിഞ്ഞു. ഞാൻ ഇത് എത്ര പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്ന് അറിയാമോ? എല്ലാം വീഡിയോയിലും ഉണ്ട്. അത് അതൊക്കെ കട്ട് ചെയ്തൊരു വീഡിയോ ഇറങ്ങി. എത്രണ്ണം സങ്കടം പറഞ്ഞിട്ടിട്ടുണ്ട്, കോമാളിത്തരം പറഞ്ഞിട്ടുണ്ട്, കോമഡി, അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടിട്ടും ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. സർജൻ കൂപ്പിടുമ്പോ പേഴ്സണലി എൻ്റെ ഒരു ചോയ്സ്, ഒരു സജഷൻ എന്ന് പറയാം, കണ്ടന്റ് ചെയ്യണം. കോമഡി കണ്ടന്റ്സ്, റീല്. ഇപ്പൊ അമ്മ നീ ചെയ്യുമ്പോ അതുപോലെ ഉള്ള കണ്ടന്റ് ചെയ്യുമ്പോ ഇല്ല, அந்த படத்தை பண்ண விஷம தினத்துல വിഷം കുടിച്ച സമയത്ത് ബന്ധുമിത്രാദികൾ, വിഷം കുടിച്ച ബന്ധുമിത്രാദികൾ അല്ലല്ല, വ്യസന സമേതം ബിബിൻ കരയായിരിക്കും ഇപ്പൊ ഡയറക്ടർ. ആ പടം കണ്ടത് പിന്നെ അല്ല, നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട്, ജോമനൊക്കെ ആ പുള്ളിയോട് സംസാരിച്ചു, ഡയറക്ടറിന്റെ അടുത്ത് സംസാരിച്ചു. പക്ഷെ എനിക്ക് അങ്ങനത്തെ സ്ക്രിപ്റ്റാണ് പിടിക്കുന്നത് ഇഷ്ടം. അതുപോലത്തെ പടം എനിക്ക് പേഴ്സണലി നല്ല പിടിച്ച പടം. ജീവയുടെ പടം ഏറെക്കുറെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിനക്ക് ഒരു ആക്ടർ, എന്റെ പടത്തിലെ ആക്ടർ ഇന്ന ആൾക്കാരെയാണ് ഞാൻ ചിന്തിച്ചു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരെയൊക്കെ പേര് പറയും? ഫസ്റ്റ് അല്ലല്ല, ഞാൻ പറയുന്നത് മെയിൻ താരങ്ങൾ. ഇപ്പം നേരത്തെ കമൽഹാസൻ സാറിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുമാതിരി എന്റെ പടത്തിലെ അന്ത കോമഡി കണ്ടന്റില് ആപ്റ്റ് ആയിട്ടുള്ള ഞാൻ നോക്കുന്ന ആക്ടേഴ്സ് ആരൊക്കെ ആയിരിക്കും? എന്താ ബൈക്കിൽ നിന്ന് വീണ വെള്ളം എന്ന് ചോദിച്ച് മരിക്കാൻ കിടന്ന ആള്. പക്ഷേ ഞാൻ வந்து கண்டென்ட் எல்லாம் எழுதி
മാക്സിമം അത് ഒരു ആക്ടറിനെ നീ കണ്ടിട്ടായിരിക്കുമല്ലോ എഴുതുന്നത്. അങ്ങനെയാണ് പലരും സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഈ സ്ക്രിപ്റ്റ് காமெடி இதுல போனாக்க எனக்கு ஏதோ செய்யணும் அப்படின்னு இப்போ வந்து ആക്ടർ നീ ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി സൂപ്പർ. ഞാൻ കോൺഫിഡൻസ്. இப்போ வந்து பிரதீப் ரங்கநாதன் பார்த்தீங்கன்னா அவராட்டு செய்து வந்த படம். அதே போல் தான் இப்போ காந்தாரா பார்த்தீங்களா, அவங்களுக்குன்னு ஒரு கான்ஃபிடென்ட் இருக்கும், அவரை வச்சு செய்யணும் அந்த மாதிரி. പ്രദീപ് രംഗനാഥൻ ധനുഷിന് മെസ്സേജ് മീൻസ് ട്വിറ്ററിൽ പണ്ട് ടാഗ് ചെയ്തിട്ട് സാർ ഈ ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്തോ ഭയങ്കര വൈറലായിരുന്നു. അവ ഇപ്പോൾ 3 പടങ്ങൾ അഭിനയിച്ച് 3 ഹിറ്റായി നിൽക്കുകയാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും സർജിൻ്റെ അടുത്ത് നീ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും മുന്നേ പോയിട്ട് പിന്നെ ഒരവസരം സംസാരിക്കാനോ കാണാനോ ഉള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? ഒന്ന് പറയാം, பேரொன்னு சொல்ல, அது வந்து நான் அந்த ஃபோட்டோகிராஃபி ஃபீல்டில் இருக்கும்போது வந்து எங்கள் அப்பாவுக்கு ஒரு ஃப்ரெண்டு, அப்போ அவர் வந்து எங்கள் வீட்டுக்கு வந்தார். வந்துட்டு என்ன பார்த்துட்டு நீ என்ன பண்ணுற, நான் இந்த ஃபோட்டோகிராஃபராக, நீ எல்லாம் வேறு வேலை இல்லையா, வேற என்ன வேலை இப்போ இதில் என்னத்துக்கு இருக்கே அப்படின்னு, இந்த வேலையில் பண்ண வேலை வேற என்ன வேலையை போடலன்ட்டு போனார். அண்ணனுக்கு பர்சனலி நல்லா ஹர்ட் ஆச்சு. அடுத்து கரெக்டாக ஒரு 1.5 வருஷம் கழிஞ்சு அவர் என்ன தேடி வர்றாரு. தேடி எனக்கு ஒரு மருமகனுக்கு ப்ரொமோஷன் பண்ணணும், என்ன தெரியுமான்னு. உங்களை தெரிய, நீ எல்லாம் என்னத்துக்கு இருக்க, ഇതൊക്കെ വേസ്റ്റ് ഒന്നും ചെയ്യാതെ ചെന്ന ആള് നിങ്ങൾ അണ്ണ சொன்னீங்க அதெல்லாம் ஞாபகம் நேரம் சொன்னேன். அது வந்தது வந்து விடியால 6 மணிக்கு, விடியால 6 மணிக்கு எல்லாரும் வீட்டில் உறங்கி கிடக்கணும். அப்பளக்கும் வந்து ஏறினது. அப்போ வந்து நான் இப்படி சொன்னேன், மூஞ்சி அடிச்சு வரும். உடனே அவர் எழுப்பி போனாரு. പേഷ്യൻസ് ഉണ്ട്, ഞാൻ എല്ലാരും നമുക്ക് വേണ്ടത്. നീ വേറെ ഒന്നും പറയല എൻ്റെ അടുത്ത്. എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ കാണുമ്പോ தெரியுமா என்ன അപ്പൊ ഇങ്ങനെ പിന്നെ ഇന്നും ഒരു ഇത് അത് ചൊല്ലമാണ് നീ ചൊല്ലടാ. എല്ലാം നിന്റെ എല്ലാ ചൊല്ലാത്ത സ്റ്റോറിയാണ് ഇരിക്കണേ. നീ പല പോഡ്കാസ്റ്റിനും ചെന്നിട്ട് നീ ചൊല്ലാതെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇന്ന് ചൊല്ലണം. காலேஜ்ல வந்து எனக்கு 3 தடவை டிசி எழுதவுக்கு அவ்வளோ டிசி எழுத வெளியில இறக்கி விடவுக்கு. அதாவது சொல்ல முடியுமா, அந்த அது நிறைய இஷ்யூ எங்க காலேஜ்ல, மொத்தத்துல இஷ்யூ தான் പ്രശ്നക്കാരൻ. அப்போ வந்து നമ്മള് പിന്നെ എന്തെങ്കിലും அவங்க ഒരു റൂൾസ് വിടാൻ നമ്മളെ അണ്ടർവെയറിൽ നിന്ന സ്റ്റോറി പറഞ്ഞില്ലേ വീട്ടില്, ജട്ടിയിൽ നിന്ന്. അത് ജട്ടിൽ നിന്ന് തന്നെ അല്ലേ, ജട്ടിയിൽ നിർത്തിയല്ലോ. அப்போ வந்து அந்த காலேஜ் 3 தடவை டிசி தந்து எனக்கு இவ்வளோக்கு இருந்தது. അങ്ങോട്ട് ഇപ്പൊ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. കൈപൊക്കാം ഞാനുണ്ടതില്. കാരണം രോമാഞ്ചം കാണുന്ന ആൾക്കാർക്ക് അത് മച്ചാനും കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഇൻസിഡന്റ്. അല്ല, எனக்கு அங்க ஒரு சாரு ஒருத்தர், பேரொன்னு சொல்ல மாட்டேன், அவர் வந்து ஃபுல்லா எனக்கு வந்து சப்போர்ட் இல்லை, என்னை பிடிக்கவே நிறைய பேர், ஒரு 100 பேர் போனாலும் என்னை மட்டும் பிடிச்சி விட்டு நல்லா உடைக்கிட்டு இருக்காரு. அவரை கிளாஸ் ரூமில் வந்து சொல்லிருங்க, இங்கே எப்படி அலமீடு தெரிஞ்சப்போ எனக்கு இப்போ இல்லை பார்த்தியோல எப்படி இருக்கு. அங்கே உள்ள ஸ்டூடெண்ட்ஸ் வந்து என்னடா சொல்லணுங்க, சார் நான் அவனை காணட்டு. മച്ചാനും ഞാനും ഒരേ കോളേജിലാണ് പഠിച്ചത്. മച്ചാൻ 13 പാസ് ഔട്ട്, 12 പാസ് ഔട്ട്. ഞാൻ 17 അവിടെ കയറുന്നത്. 5 വർഷത്തിന് ശേഷം. 5 വർഷത്തിന് ശേഷം പുള്ളിക്കാരന്റെ കഥകൾ അവിടെ ഇങ്ങനെ പറയും, മാഹി മച്ചാൻ നമ്മുടെ കോളേജിൽ പഠിച്ചെന്ന് പറയും. ഞാൻ അത്രയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. അല്ല, നല്ല വശങ്ങൾ മാത്രം കേട്ടോ, അല്ല വേറെ ബാഡായിട്ടുള്ള സാധനങ്ങളല്ല. തൊലിക്കട്ടിയിൽ കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വ്ളോഗിലൂടെ പിന്നീട് ചെയ്തത്, മാക്സി ഇട്ട് പോയതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന തമിഴിലായിരിക്കും. ரொம்ப நன்றி. இந்த வீடியோ உங்களுக்கு இந்த பாட்காஸ்ட் வீடியோ பிடிச்சிருந்தா கொஞ்சம் ഒന്ന് லைக் பண்ணு, கொஞ்சம் ஷேர் பண்ணுங்க கொஞ்சம் பண்ணுங்க. പിന്നെ ഉങ്ങളോட ഒപ്പീനിയൻസ് കമന്റ് பண்ணுங்க. ഓക്കെ, ഉറപ്പായിട്ടും എയറിൽ പോകണമെങ്കിൽ അന്ത മാതിരിയും പണ്ണ. ഇവനെ കൊഞ്ചം ഒന്ന് എയറിലാക്ക്. പിന്നെ ലാസ്റ്റ് നമ്മളെ സർജിൻ வந்துட்டானய்யா வந்துட்டானே கலக்கிட்டு போறேன். அப்போ பயங்கர சந்தோஷமா இருக்கு. അല്ല സന്തോഷമാ ഇருக்கு. ഒരുപാട് ഓപ്പൺ അപ്പ് ആയി. മറ്റു പോഡ്കാസ്റ്റിൽ പറയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റി. ആകെ 2 പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ടുള്ളൂ.
അതെ പക്ക അങ്ങനെയാണ്. அப்போ பாவங்களோட நம்பர் 1 பாட்காஸ்ட் யூ என்ஜாய் பண்ண நல்லா இருந்து. தேங்க்ஸ் ஃபார் இன்வைட்டிங். മറക്കവേ മാട്ടേന്ന് പോണം അവിടെ നിന്ന്. നമ്മളെയൊക്കെ ഓർക്കണം എപ്പോഴും. ഇല്ല അത് അങ്ങനെയാണ്. അവനെ ആ സ്റ്റേജ് എത്തിയാലും നമ്മൾ മറക്കില്ല. ഞാൻ എപ്പോഴും വിളിച്ചാലും ഫോണ് ആദ്യം ഒന്നും എടുക്കൂല. അപ്പൊ ഇല്ല എടുത്ത് പേസുവാ. ശരി. അപ്പോ ഇവനെ ഹൈ കാട്ടുമ്പോൾ ശ്രദ്ധിക്കണോ, ഇനി പോടാന്ന് പറഞ്ഞിട്ട് പോ. അതാണ് ഏറ്റവും സേഫ്. സൂക്ഷിച്ച് ബൈക്ക് ഓടിച്ച് പോകും. വെറുതെ ആവശ്യമില്ലാതെ ആൾക്കാർ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കാര്യം പറയാം, ഫെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അത് വേറൊരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ബുദ്ധിമുട്ടിക്കാതിരിക്കുക ആരെയും. ചെന്ന് അങ്ങോട്ട് അവരും പല സിറ്റുവേഷനിലൂടെ പോകുന്നതായിരിക്കാം. ഫോട്ടോ എടുക്കാമെന്ന് മാന്യമായിട്ട് ചെന്ന് ചോദിക്കാം, അല്ലേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സംഭവിക്കും, സന്തോഷമേ ഉള്ളൂ, അതൊന്നും എടുക്കുന്നില്ല. പക്ഷേ മുടി പിടിച്ച് വലിക്കുക, കൈയും കാലും പിടിക്കുക, അതൊക്കെ കേട്ടല്ലോ, ഭയങ്കര സീനാണ്. അപ്പൊ അങ്ങനെയൊന്നും സർജനെ ഉപദ്രവിക്കാതിരിക്കുക. പിടിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? പിടിച്ച് എവിടെ കൊണ്ടുപോയി? ഇല്ല, പിടിച്ച് ഇളുത്ത് വെച്ചിരുന്നു. അടുത്ത് പയ്യൻ മറലാണ്ട് എന്റെ കൂടെ സർജൻ ഉണ്ട്, എല്ലാരും ഓടി വാ, അങ്ങനെ പിടിച്ചു വെച്ചിരുന്നു. ശരി, അപ്പൊ ഓക്കെ ബൈ, താങ്ക് യു.